ശ്രീമദ് ഭാഗവതം ക്ലാസ് 178 സ്കന്ധം 8 ഇന്ന് അവസാനത്തെ അധ്യായമായി 24-ാമത്തെ അധ്യായം. അത് മത്സ്യാവതാര കഥയാണ്. മത്സ്യാവതാരം എന്ന് പറഞ്ഞാൽ വേദങ്ങളെ എടുത്ത് ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തേണ്ടത്. അപ്പം ബ്രഹ്മാവിന് സയൻസ് വേണം. സയൻസ് ഉണ്ടെങ്കിൽ സൃഷ്ടി നടത്താൻ പറ്റും. സയൻസ് വെച്ചിട്ട് കെമിസ്ട്രി എല്ലാം ഉള്ള പുസ്തകം വേണം. അത് തന്നെയാണ് വേദങ്ങൾ. അത് കിട്ടിയാലേ ആറ്റങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഗ്രന്ഥം എടുത്തു കൊടുക്കുന്നതിനാണ് ആദ്യം മത്സ്യാവതാരം നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ അതുകൂടിയല്ല, നമ്മളെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രളയം ഉണ്ടാകും. അപ്പം ഭൂമി വെള്ളത്തിൽ നശിച്ചു പോകും. ഒരുമാതിരി എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകും. കുറച്ച് പേര് മിച്ചം വരും. അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് പിന്നെ ആദ്യം ഈ സൃഷ്ടി ക്രമം പോകുമ്പോൾ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ ആദ്യം വേദത്തിൽ കൂടെ തന്നെയാണ് പിന്നെ ആദ്യം നശിച്ചതിനെ ഒന്നൊന്ന് തുടങ്ങിയിട്ട് പിന്നെയും സൃഷ്ടി കൃതയുഗം, ത്രേതായുഗം ഇങ്ങനെയെല്ലാം പോകുന്നത്. അപ്പോഴും വേദം തന്നെയാണ് അടിസ്ഥാന ഗ്രന്ഥം. അപ്പോഴും വേദം വേണം. അപ്പം ആ വേദത്തെ പറ്റിയും കൂടിയാണ്, ആ കാലഘട്ടത്തെയും കൂടിയാണ് പറയുന്നത്. അപ്പം സൃഷ്ടി തുടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു പ്രളയം നടന്നിട്ടുണ്ട്. ആ പ്രളയം കഴിഞ്ഞിട്ടാണ് പുതിയ സൈക്കിൾ തുടങ്ങുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. പിന്നെ ആദ്യം കൃതയുഗത്തെ. അപ്പോൾ ഇതൊരു സൈക്ലിക്കാണ്. അപ്പം തുടക്കവും അവസാനവും ഒന്നിച്ചു വരും. കലിയുഗത്തിൻ്റെ അവസാനത്തെ പ്രളയം കഴിഞ്ഞിട്ട് പിന്നെയാണ് ആദ്യം ഒന്നേന്ന് തുടങ്ങുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് രണ്ടും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു പ്രളയത്തിലെ അവസ്ഥയും കൂടി ഇവിടെ വിവരിക്കും. അല്ലാതെ വെറുതെ വേദങ്ങൾ എടുത്തു കൊടുക്കുന്ന മാത്രമല്ല, പ്രളയത്തിൻ്റെ അവസ്ഥയും കൂടിയും. ഒരു പ്രളയം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിൻ്റെ ശേഷം ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടായതിൻ്റെ ശേഷം പിന്നെ പൊളിച്ചു കളയുന്ന അവസ്ഥ തൊട്ടിട്ടുള്ള ആ കാലഘട്ടമാണ് വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വെറും മത്സ്യാവതാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വേദങ്ങളെ ഉദ്ധരിക്കാനാണെന്ന്. വേദങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ യുഗത്തിൻ്റെ അവസാനം തൊട്ടിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഇത് പറഞ്ഞു കഴിയുമ്പോഴേ വ്യക്തമാവുകയുള്ളൂ. ഒന്നിലെ രാജാവ് ചോദിക്കുകയാണ്, പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ആശ്ചര്യകരമായ ലീലകളോടുകൂടിയ വിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരത്തെ പറ്റി കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ആദ്യ അവതാരം എന്ന് പറയുമ്പോൾ ഒരു സൈക്ലിക്കിന് ആദ്യം അന്ത്യം എല്ലാം ചേർന്നതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം കഴിഞ്ഞതിൻ്റെ യുഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ്, കലിയുഗം കഴിഞ്ഞിട്ട് പ്രളയം നടന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് കൃതയുഗം തുടങ്ങുന്നത്. അപ്പം മറ്റേതിൻ്റെ അന്ത്യത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തുകൊണ്ടാണ് നമ്മളിതിലേക്ക് കടക്കുന്നത്. 2 പറയുകയാണ്, സ്വതന്ത്രനായ പരമാത്മാവ് കർമ്മത്തിൽപ്പെട്ട ജീവൻ കണക്കെ, കർമ്മത്തിൽപ്പെട്ട ജീവൻ കണക്കെ. ജീവൻ എന്തിനാണ് മനുഷ്യനിൽ ജീവൻ ഉണ്ടാകുന്നത്? കർമ്മം ചെയ്യാനാണ്. അപ്പോൾ സ്വതന്ത്രനായ പരമാത്മാവ് കർമ്മത്തിൽപ്പെട്ട ജീവൻ കണക്കെ ഒരു കർമ്മം അത് സ്വതന്ത്രനാണ്. അതിന് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. പരമാത്മാവിന് നിർഗുണമാണ്. പക്ഷെ അതിന് കർമ്മത്തിൽപ്പെട്ട ജീവൻ കണക്കെ, ജീവന് കർമ്മം ചെയ്യാനാണ് ജീവൻ ഉണ്ടാകുന്നത്. അതുപോലെ എന്തോ കർമ്മം ചെയ്യണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അത് മത്സ്യമായിട്ട് കയറി വന്നത്. കണക്കെ തമോ ഗുണപ്രദമായ ലോകനിന്ദിതമായതുമായ മത്സ്യരൂപത്തെ എന്തിന് ധരിച്ചു? അതിന് വേറെ ഗുണങ്ങളൊന്നുമില്ലല്ലോ, അതിലൊന്നിന് താല്പര്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് മനുഷ്യർ കിടക്കെ? മനുഷ്യരെല്ലാം കർമ്മത്തിന് അടിസ്ഥാനമായിട്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ ജീവൻ മുന്നോട്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക്
മത്സ്യാവതാരമായിട്ട് വന്നത് എന്തിനു വേണ്ടിയാണ്? മത്സ്യമായിട്ട് വന്നത് എന്തിനു വേണ്ടി ആണ്? അത് ലോകനിന്ദിതമാണ്. കാരണം പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നിർഗുണം, ഒന്നിനും താല്പര്യമാണ്. ഇത് മായയിൽ അകപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിന്ദിതം എന്ന് പറയുന്നത്. മായയിൽ അകപ്പെട്ട ലോകത്തിൽ കയറി കളിക്കേണ്ട ആവശ്യമുണ്ടോ ഈ വിഷ്ണുവിന്, അല്ലെങ്കിൽ ആ ശ്രീഹരിക്ക്? വിഷ്ണു എന്നും ഏതുവാകാം. എൻ്റെ 3 പറയാണ്, ഇതും അങ്ങ് ഞങ്ങൾക്ക് ചൊല്ലിത്തരണം. അതും കൂടി ഒന്ന് പറഞ്ഞു തരണം. കാരണം ഭഗവാന്റെ കീർത്തി എഴുതുന്ന കഥകൾ സകല ലോകർക്കും ആനന്ദപ്രദമാണ്. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. കേൾക്കാൻ രസം മാത്രമല്ല, അതിൽ പ്രപഞ്ച രഹസ്യം അടങ്ങിയിട്ടുണ്ട്. സാധാരണക്കാരന് കേൾക്കാൻ രസം, മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള ഉത്തേജനവും നൽകും. അപ്പം 4 സുതൻ പറയുകയാണ്, ഇത് കേട്ട ശ്രീ ശുഗ ബ്രഹ്മർഷി വിഷ്ണുവിൻ്റെ മത്സ്യാവതാര കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. 5 സർവജ്ഞനായ ഭഗവാൻ ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും ഭക്തന്മാരുടെയും വേദങ്ങളുടെയും ധർമ്മത്തിൻ്റെയും എല്ലാം രക്ഷക്കായി നാനാ ശരീരങ്ങളെ ധരിക്കാറുണ്ട്. അപ്പോൾ പലതര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നന്മക്കായിട്ട് ശ്രീഹരി നാനാ ശരീരങ്ങൾ ധരിക്കാറുണ്ട്. നാനാ ശരീരം ധരിക്കുക എന്ന് പറഞ്ഞാൽ പ്രമോദ് എന്ന ശരീരമായി വന്നതും ആ ശക്തി എന്തിനോട്ടെ യൂട്യൂബിലോട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് നാനാ ശരീരങ്ങളായിട്ട്, പട്ടിയായിട്ടും പൂച്ചയായിട്ടും എല്ലാം അത് വരും. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നാനാ ശരീരങ്ങളായി എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ രക്ഷക്കായിട്ട് നാനാ ശരീരങ്ങൾ ധരിക്കാറുണ്ട്. ശരീരമായിട്ട് അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമായിട്ടുണ്ടായോ അതെല്ലാം ആ ബ്രഹ്മം തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല. 6 ബുദ്ധിതത്വത്തിൻ്റെ വ്യത്യസ്ത ഗുണങ്ങളാൽ ചെറുതും വലുതുമായ വിവിധ പ്രാണികളിൽ വസിച്ചിരിക്കുന്ന ഭഗവാൻ ചെറുതും വലുതുമായ എല്ലാ ജീവജാലം, പൂച്ചയിലുണ്ട്, എലിയിലുണ്ട്, ഉറുമ്പിലുണ്ട്, ബാക്ടീരിയയിലുണ്ട്, വൈറസിലും എല്ലാം ഉണ്ട്. ചെറുതും വലിയ ആനയായാലും മറ്റേ എന്തായാലും അതിലെല്ലാം ഉണ്ട്. അതെല്ലാം വ്യത്യസ്ത ഗുണങ്ങളായിട്ടാണ് അതിലെല്ലാം ഇരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്വഭാവ ഗുണങ്ങൾ, ഓരോ ഗുണങ്ങളെല്ലാം ഉണ്ടല്ലോ. മനുഷ്യൻ്റെ ഗുണം എന്താ? 2 കാലിൽ നടക്കും, മൃഗങ്ങൾ 4 കാലിൽ നടക്കും. ഇങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. ബുദ്ധിതത്വത്തിൻ്റെ ബുദ്ധിപരമായിട്ടും വ്യത്യസ്തങ്ങളുണ്ട്. ഓരോന്നിനും ബുദ്ധിപരമായിട്ട് പലതരം കർമ്മങ്ങൾ ചെയ്യുക. എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിയുണ്ട്, അതിൻ്റെ കർമ്മം ചെയ്യാനുള്ള. ഭഗവാൻ അങ്ങനെ എല്ലാത്തിലും കയറിയിരിക്കുന്ന ഭഗവാൻ വായു പോലെ ഗുണാതീതമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അതേസമയം അത് വായു പോലെ ഗുണാതീതമായ അവസ്ഥയിലാണ്. അത് വായു പോലെയാണ്. വായുവിനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. അതിനെന്താണ് ഗുണമുള്ളതെന്ന് ചോദിച്ചാൽ വായുവിന് വല്ല രുചിയുണ്ട്. വായു നാവിന് തട്ടുമ്പോൾ രുചി തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും മണക്കുന്നുണ്ടോ? ഒന്നുമില്ല. മണക്കുന്നതിൻ്റെ അത് സെൻറ്റ് കയറി ചെല്ലുമ്പോഴാണ്, അല്ലാതെ വായുവല്ല മണക്കുന്നത്. അപ്പം അത് ഗുണാതീതനായിട്ട് അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് പലതായിട്ട് മാറുന്നത്. അതേസമയം ചെറുതും വലുതുമായ ആകാരത്തെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നുമില്ല. അത് ഇതെല്ലാമായിട്ട് മാറുന്നുണ്ടെങ്കിലും ഇതിലൊന്നും ഒരു പങ്കും എടുക്കുന്നില്ല. ഉദാഹരണമായിട്ട് ഒരു മത അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു അധ്യാപകൻ ക്ലാസ് പഠിപ്പിക്കുന്നത് വേറെ മതത്തിൻ്റെ കാര്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ പഠിപ്പിക്കില്ലേ? പഠിപ്പിക്കും. വിസ്തരിച്ച് അയാളെ മതമല്ല പഠിപ്പിക്കുന്നത്, ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വേറെ മതത്തിൻ്റെ കാര്യമാണ്. അതിനെ വർണ്ണിച്ച് പഠിപ്പിക്കും. പക്ഷേ അയാൾക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കതുമായിട്ട് ഒരു പങ്കുമില്ല.
അയാളത് ഉൾക്കൊണ്ടിട്ടാണോ? അയാൾക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാതെ മതമായിരിക്കും അത്. പക്ഷെ അയാൾ ക്ലാസ്സിൽ ഭംഗിയിൽ വിസ്തരിച്ച് പഠിപ്പിക്കും. കാരണം പഠിപ്പിക്കുന്നതും, പക്ഷെ അയാൾ വ്യക്തിപരമായിട്ട് അയാൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുപോലെ ബ്രഹ്മം നിർഗുണമാണ്, അതിനാരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ നടക്കുന്ന സംഭവങ്ങളായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. അതിനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. പൂജയും വഴിപാടുകളും ഒന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല. അത് കേൾക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതെല്ലാമായിട്ട് മാറിയിട്ട് ഇതിനെല്ലാം അതേപോലെ ഇങ്ങനെ പോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അതങ്ങ് പോയിക്കോളും. ഈ തരത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ചെറുതും വലുതുമായ ആകാരത്തെ ഒന്നും യഥാർത്ഥത്തിൽ അത് സ്വീകരിക്കുന്നില്ല. അതിന് ചെറുപ്പമില്ല, വലുപ്പമില്ല, ഒരു ചുക്കുമില്ല. അത് നിർഗുണമാണ്. ഇതിൻ്റെ കാര്യത്തിലേ അതിൻ്റെ തലയിടുന്നില്ല. മഹാനായ അംബേദ്കർ ഭരണഘടന ഉണ്ടാക്കി വെച്ചു. ഇതുണ്ടാക്കി അങ്ങ് കൊടുത്തു. പിന്നെ അങ്ങേർക്ക് അതിനകത്തുള്ള വരി പോലും ഓർമ്മയുണ്ടാവില്ല. എന്തെല്ലാം എഴുതി വെച്ചത് തന്നെ ഇനി അദ്ദേഹത്തിന് വേണ്ടിക്ക് അദ്ദേഹം ആദ്യം ഇരുന്ന് ചിലപ്പം പഠിക്കേണ്ടി വരും. ഇപ്പം അംബേദ്കർ ജനിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഇതെല്ലാം എടുത്ത് പഠിക്കേണ്ടി വരും. ലോ പുസ്തകമല്ലോ, അല്ലാതെ എങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന? ഇതെവിടെ നല്ലോ നോക്കിയല്ലോ എഴുതി വെച്ചതാണ്. അതുപോലെ തന്നെയാണ് ബ്രഹ്മം. പ്രപഞ്ചമായി പലതുമായിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ ഇതുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. അതിനെയൊന്നും അതിനെ സ്വീകരിക്കുന്നുമില്ല. 7. കഴിഞ്ഞ കൽപ്പത്തിൻ്റെ ഒടുവിൽ. അപ്പോൾ കഴിഞ്ഞ എന്നാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇത് കൽപ്പത്തിൻ്റെയാണ്, കൽപ്പാന്തകാലം. അപ്പം ഏറ്റവും വലിയ പ്രളയത്തിൻ്റെ കാലത്തെ കാര്യമാണ് ഇവിടെ പറയുന്ന മാതിരിയാണ് പറയുന്നത്. കഴിഞ്ഞ കൽപ്പത്തിൻ്റെ ഒടുവിൽ ബ്രഹ്മാവ് നിദ്രയിലാണ്ടു. ഈ ബ്രഹ്മാവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഹ്മാവ് കുറച്ചു കാലം ഉറങ്ങും. ഇത്രയും കാലം ഉറങ്ങും. ഈ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിൻ്റെ കാലം ഉറങ്ങുന്നെല്ലാം ഒപ്പുണ്ട്. എന്നിട്ടാണ് പിന്നെ ആദ്യം സൃഷ്ടിക്രമം തുടങ്ങുന്നത്. അത് മന്വന്തരങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രപഞ്ചം പോയി അതിൽ ലയിക്കുമ്പോഴും അത്രയും കാലം അത് കിടന്നുറങ്ങും. അപ്പം കഥയിൽ വരുമ്പോൾ പറയുകയാണ്, കഴിഞ്ഞ കൽപ്പത്തിൻ്റെ ഒടുവിൽ ബ്രഹ്മാവ് നിദ്രയിലാണ്ടു. പാടുപെട്ട് അധ്വാനിച്ചതല്ലേ. ബ്രഹ്മാവിന് ആകെ ഉറക്കം കിട്ടുന്നത് അന്നേരം മാത്രമാണ്. ബ്രഹ്മാവെല്ലാം ഭയങ്കര കഷ്ടപ്പാടിലാണ്. രാത്രിയും പകലും ഒന്നും ഇല്ലാതെ കിടന്ന് അധ്വാനിക്കുകയാണ്. നമുക്ക് ആകെ 4-5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, ജോലി ഉണ്ടെങ്കിൽ തന്നെ. ഇതിൻ്റെ ബാക്കിയുള്ള മുഴുവൻ ഉറക്കവും ഇതെല്ലാം ആയിട്ടാണ്. നമുക്ക് എത്രയോ സ്വാതന്ത്ര്യമുണ്ട്. ആ ബ്രഹ്മാവിൻ്റെ കാര്യം കഷ്ടമാണ്. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും എല്ലാം കാര്യം പരമ കഷ്ടമാണ്. ഉറക്കമില്ല. പിന്നെ ഈ പ്രളയം കഴിയുമ്പോഴാണ്, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിയുമ്പോഴാണ് അങ്ങേർക്കൊന്ന് കിടക്കാൻ സമയം കിട്ടുന്നത്. ആ ശ്രീഹരി അന്നേരം പറഞ്ഞാൽ അതിന് നീ കുറച്ച് വിശ്രമിച്ചു. ഇവിടെ കഴിഞ്ഞ കൽപ്പത്തിൻ്റെ ഒടുവിൽ ബ്രഹ്മാവ് നിദ്രയിലാണ്ടു. അപ്പോൾ ഭൂമി പോലുള്ളവയെല്ലാം സമുദ്രത്തിൽ മുങ്ങിപ്പോയി. അപ്പം ബ്രഹ്മാവ് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഭൂമി മുഴുവൻ സമുദ്രത്തിൽ മുങ്ങി. ഭൂമിയെല്ലാം മുങ്ങിപ്പോയി, വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പം ബ്രഹ്മാവ് ഉറങ്ങിക്കഴിഞ്ഞാൽ അതുമാതിരി ഇത് ബ്രഹ്മാവാണ്, സൃഷ്ടി അടക്കുന്ന കക്ഷിയാണ് ഉറങ്ങിയത്. എന്നാൽ വിഷ്ണു ഉറങ്ങിപ്പോയാലും ദേവൻ ഉറങ്ങിപ്പോയാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? പരിപാലിക്കുന്ന കക്ഷി ഉറങ്ങിയാൽ. അങ്ങനെയുള്ള ദൈവമാണ് നമ്മൾ എന്ത് ധരിക്കുന്നത്? നമ്മളെ ദേവന്മാരെല്ലാം രാത്രിയാകുമ്പോൾ നമ്മളെക്കാട്ടി മുമ്പിൽ കിടന്നുറങ്ങും. നമ്മൾ പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. ദേവന്മാരങ്ങനെയല്ല, അതിന് മുമ്പേ കയറി ചിലപ്പോൾ 8:30-9 മണിയാകുമ്പോൾ ദേവന്മാർ ഉറങ്ങാൻ തുടങ്ങും. നമ്മൾ പിന്നെയും ഉണർന്നിരിക്കും. പിന്നെ ആര് നമ്മളെ സംരക്ഷിക്കാൻ? ആ സമയത്തൊന്നും പിന്നെ നമുക്ക് സംരക്ഷണമൊന്നുമില്ല. അതിൻ്റെ രാവിലെ നമ്മൾ പോയിട്ട് എണീപ്പിക്കണം ദേവനെ. നമ്മളാണ് അപ്പം അതിന് മുമ്പ് ആക്റ്റീവായിരിക്കുന്നത്. നമ്മളാണ് ആക്റ്റീവ്. ദേവൻ സുഖമായിട്ട് കിടന്നുറങ്ങിയ പിന്നെ രാവിലെ പോയിട്ട് നമ്മളാണ് എണീപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശ്വരൻ എന്ന് പറയുന്നത് ഉറങ്ങാതെ അടിയിരുന്നത് ജോലി ചെയ്യുന്നത്. ഇത്
നമ്മളാണ് ഉറക്കുകയും എണീപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ എന്ത് പറ്റി? ഭൂമി പോലും എല്ലാം സമുദ്രത്തിൽ മുങ്ങിപ്പോയി. ഇനി 8 കൽപ്പാന്തകാലത്തിൽ വന്നണഞ്ഞ നിദ്രയാലസ്യത്താൽ. അപ്പോൾ ആ നിദ്ര വന്നപ്പോൾ അദ്ദേഹത്തിന് ഉറക്ക് വന്ന് ഭയങ്കര ക്ഷീണം, കാരണം അധ്വാനിച്ചല്ലേ. ആ നിദ്രാലസ്യത്താൽ ഉറങ്ങാൻ കിടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും സമീപ പ്രദേശങ്ങളിലേക്ക് ബഹിർഗമിച്ചു. എന്ത്? വേദങ്ങളെല്ലാം അങ്ങ് വായിന്നങ്ങ് പോയി, ബഹിർഗമിച്ചു പോയി. ആലസ്യം കൊണ്ട് കോട്ടുവായിട്ടോണ്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. അപ്പോഴേക്ക് വേദങ്ങളെല്ലാം സമീപഭാഗത്തേക്ക് പുറത്തേക്ക് പോയി. അപ്പോൾ ഹയഗ്രീവൻ എന്നൊരു അസുരൻ എന്ത് ചെയ്തു? അത് അപഹരിച്ചു. ഇതെല്ലാം കഥയിൽ പറയുകയാണ്. എന്തായി? ഹയഗ്രീവൻ ആ വേദങ്ങളെല്ലാം അപഹരിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയി. പിന്നെ ഒന്നുമില്ലല്ലോ, പ്രപഞ്ചമില്ലല്ലോ, എല്ലാം വെള്ളം മുങ്ങിക്കിടക്കല്ലേ, സാഗരമാണ്. ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ആ വെള്ളത്തിൽ എവിടെയോ എടുത്തു കൊണ്ടുപോയി. ആര്? ഹയഗ്രീവൻ. ഇനി 9, സമസ്ത ഐശ്വര്യാദി ഷഡ്ഗുണ സമ്പന്നനായ മഹാവിഷ്ണു അസുരപ്രമുഖനായ ഹയശ്രീയും ഇവിടെ ആ കുസൃതിപ്പണി കണ്ട് മത്സ്യരൂപം ധരിച്ചു. അപ്പോൾ വിഷ്ണു ഇത് കണ്ട്, അപ്പം വിഷ്ണു ഈ ഹയഗ്രീവന്റെ കുസൃതിപ്പണി കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മത്സ്യരൂപം ധരിച്ചു. കാരണം വെള്ളമാണല്ലോ, വെള്ളത്തിൽ മുങ്ങിപ്പോയല്ലേ. അപ്പോൾ വെള്ളത്തിലൂടെ സഞ്ചരിക്കേണ്ടെങ്കിൽ എന്ത് രൂപമാണ് നല്ലത്? മത്സ്യത്തിൻ്റെ രൂപമാണ്. അല്ലാതെ ആന രൂപം ധരിച്ചു എന്ന് ഈ വെള്ളത്തിലൂടെ എങ്ങനെ ആന പോയിട്ട് സമുദ്രത്തിലല്ലേ ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന അസുരൻ. അപ്പോൾ ആനയായിട്ട് ജനിച്ചു മത്സ്യ ഇതെടുക്കാൻ പറ്റും. അവിടെ മത്സ്യം എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. കഥയിൽ ചോദ്യമില്ല. അപ്പം മത്സ്യരൂപം ധരിച്ച് ഇനി 10 അപ്പോൾ ഒരു ചെറിയ മത്സ്യമായിട്ടാണ് ധരിച്ചത്. അക്കാലത്ത് സത്യവ്രതൻ എന്നൊരു മഹാനായ ഒരു രാജാവുണ്ടായിരുന്നു, രാജർഷി ഉണ്ടായിരുന്നു. സത്യവ്രതൻ എന്ന ഒരു മഹാനായ അക്കാലത്ത് വിഷ്ണുഭക്തനായ അദ്ദേഹം ജലം മാത്രം കഴിച്ച് തപസ്സനുഷ്ഠിച്ചു. അതേ ജലം മാത്രം, കാരണം അവിടെ ഇപ്പം ജലേ ഉള്ളൂ. അല്ലാതെ അവിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു, അദ്ദേഹം മാങ്ങ പറിച്ച് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ പോകും. എല്ലാം വെള്ളത്തിൽ മുങ്ങിയില്ല, പിന്നെ എവിടെയാ മാങ്ങ പറിച്ച് കഴിക്കാൻ? ഭൂമി മുഴുവൻ വെള്ളത്തിൽ പോയി. ഇപ്പോൾ ഒരു രാജാവുണ്ടായിരുന്നു, അങ്ങേര് മാങ്ങ പറിച്ച് കഴിച്ചു, അല്ലെങ്കിൽ നല്ല വാഴ കായ പകുത്ത് കിടന്നത് എടുത്ത് കഴിച്ചു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കഥ മാച്ചാവില്ല. അതുകൊണ്ട് അദ്ദേഹം ജലം മാത്രമേ കഴിച്ചു, തപസ്സനുഷ്ഠിച്ചു. വേറെ എന്താ അവിടെ ചെയ്യാനുള്ള പണി? 11 ആ മഹാകൽമത്തിൽ വിവസ്വാൻ എന്ന ആദിത്യൻ്റെ പുത്രനായ ശ്രാദ്ധദേവൻ എന്ന പേരിൽ പ്രസിദ്ധനായ അദ്ദേഹമായി ആദ്യത്തെ മനു. അദ്ദേഹമാണ് ആദ്യത്തെ മനു, ശ്രാദ്ധദേവൻ. മനുവിലൂടെയാണ് പിന്നെ പുതിയ സൃഷ്ടി. ഒരു മനു ഉണ്ടാവില്ല, ആ മനുവിൽ കൂടിയാണ്, ആ മനുവാണ് പ്രേരക ശക്തി. ആ മനുവിലൂടെയാണ് പിന്നെ സൃഷ്ടിക്രമം ഇങ്ങനെ വിവരിക്കാൻ പോകുന്നത്. ഈ മനുവിലൂടെയാണ് സൃഷ്ടിക്രമം വിവരിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൃതമാല നദിയിൽ ജലത്താൽ തർപ്പണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ എടുത്ത ജലത്തിൽ ഒരു ചെറു മത്സ്യം കാണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കുറച്ച് വെള്ളം സമുദ്രത്തിൽ നിന്നെടുത്തു. അവിടെ സമുദ്രമുള്ള ഭൂമിയെല്ലാം സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പം കുറച്ച് വെള്ളം എടുത്തു. ഈ വെള്ളത്തിലാണ് ഈ മത്സ്യം ആദ്യം ഒരു മത്സ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്, വിഷ്ണു. അപ്പം മത്സ്യാവതാരം എന്ന് പറയുന്നത് മത്സ്യമായിട്ട് ചിത്രീകരിച്ചത് വിഷ്ണു പ്രളയം നടന്നതിൻ്റെ ശേഷം. പ്രളയത്തിൽ ഭൂമിയെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയില്ലേ, മഹാമനന്തരം എല്ലാം കഴിഞ്ഞിട്ടുള്ള കൽപ്പാന്തത്തിലാണെങ്കിൽ എല്ലാം ഇല്ലാതെയായി. ആ സമയത്ത് ശൂന്യമായ അന്തരീക്ഷമേ ഉള്ളത്. അതിനെ എന്തായിട്ട് ചിത്രീകരിക്കാം? ഒരു
സാഗരമായിട്ട് ചിത്രീകരിക്കുക. എപ്പോഴും ശൂന്യമായ സ്ഥലം എല്ലായിടത്തും ഒരുപോലെ ഉള്ളതിനെയാണ് സാഗരമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം കൈമൽ ആ സാഗരത്തെ എടുത്തപ്പോൾ ഒരു മത്സ്യത്തെ കിട്ടി എന്ന നിലയിലെല്ലാം കണ്ടുകൊള്ളുന്നത്. ഇത് പല പ്രളയങ്ങളുണ്ട്, അതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഓരോ മന്വന്തരത്തിലും ഓരോ പ്രളയത്തിലെയും പറയുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം പൊതുവായിട്ട് പറയുന്നതായിട്ട് കാണണം. ഇനി ദ്രാവിഡ ദേശക്കാരനായ സത്യവ്രതൻ 13, അവൻ ദ്രാവിഡ ദേശക്കാരനാണെന്നാണ് പറയുന്നത്. തൻ്റെ കൈക്കുടത്തിൽ വന്നകപ്പെട്ട ചെറു മത്സ്യത്തെ ആ വെള്ളത്തോടുകൂടി നദീജലത്തിൽ വിട്ടു. അത് കൈമലൊരു മീൻ കണ്ടപ്പോഴേ കിടക്കട്ടെ, വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ എന്ന് നമ്മളും അതല്ലേ ചെയ്യുക. വെള്ളം എടുക്കുക, ഒരു മീൻ കിടക്കുന്നു, പിന്നെ കുടിക്കുമോ? അതെടുത്തൊന്ന് കളയും, അവിടെ തന്നെ കളയും. അദ്ദേഹം അത് തന്നെ ചെയ്തു. 14, ആ ചെറുമത്സ്യം ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു. ആ മത്സ്യം അപ്പം ദയനീയമായിട്ട് കരയുന്ന മാതിരി അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, ദീനാനുകമ്പ, സ്വവർഗക്കാർ കൊന്നു തിന്നുന്ന ജലത്തിൽ എൻ്റെ വർഗ്ഗക്കാർ എന്നെ പിടിച്ച് തിന്നു കളയും. എൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ മത്സ്യവർഗം. ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ചെറിയ മത്സ്യമാണ്, വേറെ വലിയ വില്ലന്മാരായ മത്സ്യന്മാരുണ്ട്, സ്വവർഗം തന്നെയാണ്, എന്നെ പിടിച്ച് തിന്നുകളയും. ഭയന്നിരിക്കുന്ന എന്നെ എന്തിന് ആ വെള്ളത്തിലേക്ക് തള്ളുന്നു? ഞാൻ ആകെ ഭയന്നിരിക്കുകയാണ്, എന്നെ പിടിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് തള്ളുന്ന എന്തിനാണെന്നാണ് ചോദിച്ചത്. അപ്പം 15, തൻ്റെ അനുഗ്രഹത്തിനായി മത്സ്യശരീരം പൂണ്ട നിൻ തിരുവടിയെ മനസ്സിലാകാതെ, ഇത് ആ ശ്രീഹരിയാണ് മത്സ്യമായി മാറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ആ സത്യവ്രതൻ ആ ചെറു മീനിൻ്റെ രക്ഷ ഏറ്റെടുത്തു. അദ്ദേഹം തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഇതിനെ രക്ഷപ്പെടുത്തിക്കളയാം, അത് അപേക്ഷിക്കുകയല്ലേ, ദയ തോന്നി. 16, ആ കരുണാനിധിയായ രാജൻ ആ ദീനവചനം കേട്ട് അതിനെ തൻ്റെ കമണ്ടലിലാക്കി, ചെറിയ പാത്രത്തിൽ. അപ്പം കുടിക്കാൻ കൊണ്ട് ഇന്നാണെങ്കിൽ ഫ്ലാസ്കാണ്, ഫ്ലാസ്കിലിട്ട് മൂടിയാൽ ചിലപ്പം ചത്തു പോകും. ഇത് കമണ്ടലുമാണ്, പ്രശ്നമൊന്നുമില്ല. കമണ്ടലിൽ ആക്കി എന്നിട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. 17, അതവിടെ ഒറ്റ രാത്രി കൊണ്ട് വളർന്ന് തനിക്ക് കിടക്കുവാൻ സ്ഥലം പോരാ എന്ന് രാജാവിനോട് പറഞ്ഞു. രാത്രിയായപ്പം തന്നെ ഈ മത്സ്യം വളർന്നിട്ട് ആ കമണ്ടലൂരിൽ കിടന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് അതിന് തിരിയാനും അറിയാനൊന്നും കഴിയുന്നില്ല. അത് പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം പോരാ. ഇനി 18, ഇതിലെ മത്സ്യം പറയുകയാണ്, ഈ കിണ്ടിക്കുള്ളിൽ കിടക്കുവാൻ എനിക്കാവില്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് സ്വൈര്യമായിട്ട് ഇരിക്കാൻ ഇതിൻ്റെ അകത്ത് വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേറൊരു സ്ഥലം എനിക്ക് അറേഞ്ച് ചെയ്ത് തരണം, ഏർപ്പെടുത്തി തരണം. 19, അപ്പോൾ അദ്ദേഹം അതിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൽ നിന്നെടുത്ത് സ്ഫടികം കൊണ്ടുള്ള ഒരു ബക്കറ്റിൽ, ഒരു തൊട്ടിയിലെ വെള്ളത്തിലിട്ടു. എന്നാൽ ഒരു മുഹൂർത്ത നേരം കൊണ്ട് അത് 3 മുഴം നീളമായിട്ട് വളർന്നു. ചില കഥയിലിങ്ങനെ വിവരിച്ചു പോവുകയാണ്. കാരണം ബ്രഹ്മമാണ്, ശ്രീഹരിയാണ്, അത് ചെറുതിൽ ചെറുതും വലുതിൽ വലുതുമായ ഒരു ശക്തിവിശേഷം, അതാണ്. അത് മത്സ്യമായി ചിത്രീകരിച്ചു, അത് ചെറുതും ആകും, അത് വലുതും ആകും, പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കും. അതിന് രൂപവും ഭാവമൊന്നുമില്ല. പക്ഷെ മത്സ്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് മത്സ്യരൂപത്തിൽ അവതരിപ്പിച്ചു. ഇനി 20, അപ്പം 3 നേരം കണ്ടപ്പോൾ പിന്നെയും അതിനെന്തായി, എനിക്കിൻ്റെ അകത്ത് സ്വൈരമായിട്ട് കിടക്കാനൊന്നും പറ്റില്ല ഈ സ്ഫടിക തൊട്ടിയിലൊന്നും. വലുപ്പം കൂടിയ വേറെ എന്തെങ്കിലും എനിക്ക് ശരിയാക്കി തരണം, സ്വൈരമായിട്ട് ഇരിക്കാൻ. കാരണം ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചവനാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട അങ്ങേരെ ജോലിയാണ്, ഏറ്റെടുത്ത് തരില്ലേ എന്നെ രക്ഷിക്കാൻ. ഇപ്പോൾ 21, തുടർന്ന് രാജാവ് അതിനെ തടാകത്തിൽ കൊണ്ടിട്ടു. അപ്പോൾ ആ തടാകത്തിലിട്ടപ്പോൾ അവിടെ അതൊരു പെരുന്ന മത്സ്യമായി, അതിലും വലിയൊരു മത്സ്യം, ആ തടാകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മത്സ്യമായി വളർന്നു. 22, അത് പറഞ്ഞു,
രാജാവേ, എനിക്ക് ഈ ജലം സുഖജീവിതത്തിന് ഉതകുന്നില്ല. സുഖമായിട്ട് ഇവിടെ താമസിക്കാനൊന്നും ഈ തടാകത്ത് പറ്റുന്നില്ല. അതിനാൽ ശരീരരക്ഷക്കുതകുന്ന എൻ്റെ ശരീരരക്ഷയും വേണം. വെള്ളം വാർന്നു പോകാതെ, വെള്ളം അങ്ങനെ തടാകത്തിലെ വെള്ളമെല്ലാം ചിലപ്പം പറ്റിപ്പോകും. പിന്നെ ഞാൻ അവിടെ കിടന്ന് വേരും കൊണ്ട് ചാടേണ്ടി വരും. അതുകൊണ്ട് വെള്ളം വാർന്നു പോകാതെ വലിയ ജലാശയത്തിലൊന്ന് കൊണ്ടിട്ടെന്ന് പറഞ്ഞു. 23. പിന്നെ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വലിയ വലിയ തോട് പോലെയുള്ള തടാകം പോലെയുള്ള സ്ഥലത്ത് കൊണ്ടിട്ടു. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അതെന്ത് ചെയ്യും? ഒരു കരയിൽ നിന്ന് മറ്റേ കര വരെയുള്ള നീളമായിട്ട് മാറും. അപ്പം പിന്നെ അതും രക്ഷയില്ല, വളർന്നു കളയും. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനെ പിടിച്ചിട്ട് കൊണ്ടേ സമുദ്രത്തിൽ കൊണ്ടിട്ട് കൊടുത്തു. അപ്പോൾ മത്സ്യം പറഞ്ഞു, വീരനായ രാജാവേ, അങ്ങ് വീരനാണ്. ഇവിടെ കരുത്തുകൂടിയ മുതലകളും മറ്റ് ഈ വെള്ളത്തിലിരിക്കുകയാണ്. എന്നെക്കാട്ടും കരുത്തുള്ള മുതലകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതെന്നെ വന്ന് തിന്നുകളയും. എന്നെ ഇവിടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകരുത്, എന്നെ ഇങ്ങനെ തള്ളിയിട്ട് പോകരുത്. 25. അങ്ങനെ മധുരവചനങ്ങൾ ചൊല്ലുന്ന ആ മായാ മത്സ്യത്തെ, അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മായാ മത്സ്യമാണ്. മായാ മത്സ്യത്തിൽ മോഹിതനായ സത്യവ്രതൻ അതിനോട് ചോദിച്ചു, ഭവാനെ എന്ന് വിളിച്ചുകൊണ്ടാണ്, മത്സ്യാകൃതി പൂണ്ട് മോഹിപ്പിക്കുന്ന അങ്ങ് ആരാണ്? അങ്ങ് സാധാരണ കക്ഷിയൊന്നുമല്ല, ഈ മത്സ്യാകൃതി പൂണ്ടിട്ട് മോഹിപ്പിക്കുന്ന അങ്ങ് ആരാണ്? 26. ഒരു നാൾ കൊണ്ട് 100 യോജന പരപ്പിൽ പരന്നു കിടക്കുന്ന ജലാശയത്തിൽ ചൂർന്ന് വളർന്നു കിടക്കുന്ന കഴിവ് ഒരു പ്രാണിവർഗത്തിലും ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. 27. അങ്ങ് നിർവികാരനായ, അപ്പോൾ ഒരു വികാരവും ഗുണവുമില്ലാത്ത കാര്യപ്രപഞ്ചങ്ങളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തും കാരണത്വേന വ്യാപിച്ചുകൊള്ളുന്ന, എന്തോ കാര്യം കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തും വ്യാപിച്ചു കിടക്കുന്ന സമസ്ത ഐശ്വര്യങ്ങളുടെയും നാഥനായ സർവഗുരുവായ ശ്രീ മഹാവിഷ്ണു തന്നെ ആവണം. വിഷ്ണു തന്നെ ആകാനാണ് സാധ്യത. അങ്ങാണ് പ്രാണികൾക്ക് അനുഗ്രഹമേകുവാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ജന്തുവിൻ്റെ സ്വരൂപം സ്വീകരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അങ്ങ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്, ജീവജാലങ്ങളുടെ എന്തോ ഒരു രൂപവും അല്ലെങ്കിൽ ജീവിയുടെ രൂപവും ധരിച്ചിട്ട് അങ്ങ് വന്നിരിക്കുകയാണ്. 28. സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ നിയന്താവായ അങ്ങേക്ക് അതുകൊണ്ട് നമസ്കാരം. ശരണാഗതരായ ഭക്തന്മാരായ ഞങ്ങളുടെ യഥാർത്ഥ ആശ്രയവും നമ്മുടെ ആത്മാവും അങ്ങ് തന്നെയല്ലേ നമ്മളായി മാറിയത്, അങ്ങ് തന്നെയല്ലേ നമ്മളെ ഉള്ളിലുള്ള ആത്മാവും. 29. നിന്തിരുവടിയുടെ ലീലാവതാരങ്ങൾ ജീവജാലങ്ങളുടെ യോഗക്ഷേമത്തിനുള്ളതാണ്. എന്തോ ജീവജാലങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ലീലകളെല്ലാം ആടുന്നത്. ഈ രൂപം എന്തിനായി ധരിച്ചുവോ അതറിയുവാൻ വലിയ ആഗ്രഹമുണ്ട്. എന്തിനാണ് ഈ രൂപം ധരിച്ചത് എന്ന് എനിക്കറിയാൻ വളരെ ആഗ്രഹമുണ്ട്. ഇനി 30. എല്ലാവർക്കും പ്രിയനും ആത്മാവുമായ, എല്ലാവരോടും ബന്ധമുള്ള സാധനമാണ് ഈ നിർഗുണമായ ബ്രഹ്മം. അതിന് ജാതിയും മതമൊന്നുമില്ല. അത് അവിടെയാണ് നമ്മൾ ഈ ഗ്രന്ഥം പറയുന്നതിൻ്റെ, ഈ ഭാഗവതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അതിന് മനുഷ്യരോ ജീവജാലങ്ങളോ പട്ടിയോ പൂച്ചയോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. നമ്മുടെ മതഗ്രന്ഥങ്ങളിലാണ് എന്ത് പറയുന്നത്, ഇതെൻ്റെ മതം, അവന് വേറെ ഈശ്വരൻ, മറ്റേന് വേറെ ഈശ്വരൻ, അത് ആ ഈശ്വരൻ അവൻ്റെ ആൾക്കാരെ പിടിച്ചു കിടക്കും, ഇപ്പുറത്തെ ഈശ്വരൻ ഇപ്പുറത്തെ ആൾക്കാരെ പിടിച്ചു കിടക്കും, അതിൻ്റെ മറ്റവനെ കൊല്ലാൻ നടക്കും. ഇതെല്ലാം എന്തൊരു തരം ഈശ്വരനാണ് നമ്മളെ സങ്കല്പം, ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ഇവിടെയോ എല്ലാവർക്കും പ്രിയനാണ്, ആത്മാവമാണ്, എല്ലാവരുടെയും ആത്മാവ് അതാണ്. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും നിരീശ്വരവാദിയായാലും പട്ടിയായാലും പൂച്ചയായാലും ബ്രഹ്മാവായാലും വിഷ്ണു ആയാലും എല്ലാത്തിൻ്റെയും ആത്മാവ് അത് തന്നെയാണ്.
നിന്തിരുവടിയെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നത്, അങ്ങനെയുള്ള നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ ഞാൻ ആശ്രയിക്കുകയാണ്. ആരങ്ങനെ ആശ്രയിക്കുന്നുവോ അത് ദേഹാദികളിൽ ആത്മബുദ്ധി വെച്ച്, ഞാൻ എൻ്റേത് എന്ന ചിന്ത വെച്ച് ബുദ്ധി വെച്ച് വർത്തിക്കുന്നവർ വേറെ ആരെ ആശ്രയിച്ചാലും അത് കിട്ടാൻ പോകുന്നില്ല, ഗുണം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അവർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടും, നമ്മുടെ പ്രവർത്തനം വിഫലമാവില്ല. അപ്പം ഞാനെന്ന ചിന്ത വെച്ച് നടക്കുന്നവരെ ആരെ ആശ്രയിച്ചാലും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എല്ലാം ആ ബ്രഹ്മമാണ് എന്ന് ധരിച്ച് നടക്കുന്നവരുടെ ആഗ്രഹങ്ങൾ വിഫലമാവില്ല. അതുകൊണ്ട് അങ്ങ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നാൽ കൊള്ളാം. എന്തുകൊണ്ടെന്നാൽ ഞാൻ വളരെ ശ്രേഷ്ഠനാണ്, എനിക്കെന്തോ സാധിക്കും, എൻ്റെ ആഗ്രഹം സഫലമാകും, ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും എന്നതിന് എന്തുകൊണ്ടാണെന്നാൽ ആശ്ചര്യകരമായ അങ്ങയുടെ ശരീരം എനിക്ക് കാട്ടിത്തന്നുവല്ലോ, ഈ മത്സ്യത്തിൻ്റെ രൂപത്തിൽ എനിക്ക് കാട്ടിത്തന്നുവല്ലോ. നമുക്കും എല്ലാം മത്സ്യത്തിൻ്റെ രൂപത്തിൽ കാട്ടിത്തരുന്നുണ്ട്. നമ്മൾ വെട്ടി വിഴുങ്ങുന്ന ഈ മത്സ്യമെല്ലാം ബ്രഹ്മം തന്നെയാണ്. അത് നമുക്ക് തിന്നാനായിട്ട് വന്നിരിക്കുകയാണ്, മത്സ്യമായിട്ട്. അത് തന്നെയാണ് വന്നിരിക്കുന്നത്. എലിയായിട്ട് വരും പാമ്പിന് വേണ്ടിയിട്ട്. കാരണം ഈ അവതാരം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. പാമ്പിന് ജീവിക്കേണ്ടിയിട്ട് എലി വേണമല്ലോ, ആ എലിയായിട്ട് വന്നു. അത് ചിന്തിക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകണം അങ്ങ്. അപ്പം ശ്രീ ശുകൻ പറയുകയാണ് 31. ഇപ്രകാരം വാഴ്ത്തപ്പെട്ട സത്യവ്രതൻ എന്ന രാജാവിന് മത്സ്യരൂപം കൊണ്ട ലോകനാഥൻ കൽപ്പാന്തത്തിലെ പ്രളയജലത്തിൽ വിഹരിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. കൽപ്പാന്തകാലത്തിലെ ജലത്തിൽ, പ്രളയജലത്തിൽ വിഹരിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ മത്സ്യം എവിടെയാണ് വിഹരിക്കാൻ പോകുന്നത്? കൽപ്പാന്തകാലത്തിലെ ജലത്തിൽ. കൽപ്പാന്തകാലത്ത് എന്ത് പറ്റും? ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങും, തടാകമൊന്നുമില്ല. ഇപ്പം ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിന്ന് വെച്ചോളൂ. പിന്നെ അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ എന്നെല്ലാം പറയുന്നതിലെന്ത് വല്ല കാര്യമുണ്ടോ? എല്ലാം ഒന്നായിത്തീരും. പിന്നെ ആകെ ഒരു ജലമേ ഉള്ളൂ. അപ്പം അത്രയും വലുതാകുകയാണ് ഈ മത്സ്യം. കാരണം ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. അപ്പം അത്രയും വലിയ ജലത്തിൽ മാത്രമേ, പിന്നെ അതിൻ്റെ അകത്ത് എന്തേ ഉള്ളൂ? ഈ വിഷ്ണുവാണുള്ളത്, ഈ ഈശ്വരനാണുള്ളത്, എല്ലാറ്റിലും നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ശക്തി വിശേഷം. അതാണ് മത്സ്യമായിട്ട് ചിത്രീകരിച്ചത്. എന്നിട്ട് 32 പറയാണ്, കാമാദികളെ നിയന്ത്രിച്ച രാജാവേ, അങ്ങ് കാമാദികളെല്ലാം നിയന്ത്രിച്ച രാജാവാണ്. ഇന്നേ ദിവസം മേൽ വരുന്ന 7ാമത്തെ ദിവസം 3 ലോകവും, ഭൂമി, സ്വർഗം, പാതാളം, ഈ 3 ലോകവും പ്രളയ സമുദ്രത്തിൽ മുങ്ങും. ഇതെല്ലാം ഭാഗവതത്തിൽ ഉണ്ടായിട്ട്, ഭാഗവതത്തിലല്ല പല പുരാണങ്ങളിലും ഉണ്ട്. പക്ഷെ നമ്മളിതെല്ലാം എവിടെ നിന്നാണ് കേട്ടുന്നത്? ആദ്യമുണ്ടായ ഗ്രന്ഥം ഏതാണ്? വേദങ്ങളാണ്. നമ്മളെല്ലാം വേദത്തിലെ പണ്ഡിതരാണ്, എല്ലാം കലക്കി കുടിച്ചിട്ട് ബ്രഹ്മർഷിയെല്ലായിട്ട് നടക്കുന്നവരാണ്. പക്ഷേ നമ്മിൽ നിന്ന് ഇത് എത്ര ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മൾ കേൾക്കുന്ന 7ാം നാളിൽ വലിയൊരു പ്രളയം വരും, പ്രളയത്തിലെല്ലാം ഒതുങ്ങും. ഇതെല്ലാം എവിടെ നിന്ന് കേട്ടതാണ്? വേറെ എവിടെ നിന്നല്ലോ വരുന്നതായിട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ആർക്കറിയാം? ഇനി 33. ഈ 3 ലോകവും പ്രളയജലത്തിൽ ലയിച്ചുകൊണ്ടിരിക്കെ അപ്പോൾ അവിടെ എന്നാൽ പ്രേരിതനായ ഒരു വഞ്ചി അങ്ങയെ സമീപിക്കും.
നമ്മൾ കേട്ടത് പെട്ടകം സമീപിക്കുന്നതാണ്, ഒരു പെട്ടകത്തിൽ കയറണം. ഈ പെട്ടകത്തിന്റെ കഥ വെറുതെ കാട്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് ഈ ഭാഗവതവും മറ്റേ പുരാണ കഥകളും. അതിനാണ് 3 ലോകങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 7 ലോകങ്ങൾ, 7 ലോകമുണ്ട്. ആർക്കും തന്നെ 7 ലോകങ്ങളെ വിസ്തരിക്കാൻ പറ്റിയിട്ടില്ല, ശാസ്ത്രലോകത്തും കണ്ടെത്തിയിട്ടില്ല. വേദങ്ങൾ വിസ്തരിച്ച് പറയുകയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന എന്തെല്ലോ എടുത്തിട്ടാണ് നമ്മൾ ഈ പുറത്തുനിന്ന് കേട്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം കേട്ടിരിക്കുന്നതിൻ്റെ അവകാശം, പാറ്റന്റ് ആർക്കാണ് പോയിരിക്കുന്നത്? മറ്റുള്ളവർക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ പാറ്റന്റ് എല്ലാം അവരെടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ബ്രഹ്മർഷികളാണ്. പക്ഷെ ഇനി നമ്മൾ അവിടെ പോയിട്ട് അതിൻ്റെ പാറ്റന്റ് എടുക്കണം, ഇതെല്ലാം പറയണ്ടിക്കില്ല. ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം എന്നാൽ പ്രേരിതമായ ഒരു വഞ്ചി അങ്ങേ സമീപിക്കും. ഇനി 34-35 അങ്ങ് അനേകതരം ചെടികൾ, പലമാതിരി വിത്തുകൾ, സകല ജീവികളുടെയും സൂക്ഷ്മ രൂപത്തോടെ സപ്തർഷികളാൽ ചുറ്റപ്പെട്ട് വലുപ്പമുള്ള ആ തോണിയിലേക്ക് കയറണം. ഇതെല്ലാം നമ്മൾ എവിടെ നിന്ന് കേട്ടതാണ്? ഞാൻ പറയണം. നമ്മൾ കേട്ടോ ഇതിന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭാഗവത സപ്താഹ യജ്ഞം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭാഗവത സപ്താഹ യജ്ഞം. പക്ഷെ ഇപ്പൊ ഏതൊരു കുട്ടിയോട് ഇത് ചോദിച്ചാൽ ഇത് മറ്റേ ഇന്നടുത്തുള്ളതാണെന്ന് പറയും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമ്മൾ ചിന്തിക്കണം. മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നമ്മൾ, നിസ്സാരമായി പറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലാക്കിയെങ്കിലും ആരോട് പറഞ്ഞിട്ടുമില്ല. മറ്റുള്ളവരടുത്തെന്ന് പറയുമ്പോൾ അല്ല ഇത് നമ്മളിലുണ്ട് എന്നെങ്കിലും പറഞ്ഞിട്ടില്ല. നമ്മളെന്ന് പറയുന്നത് ഞാൻ മതാടിസ്ഥാനത്തിലല്ല ഇത് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. വേദം ലോകത്തിൻ്റെ ശാസ്ത്ര പുസ്തകമാണ്, അതൊരു മതഗ്രന്ഥമല്ല. ആ നിലയിലല്ല. ഇത് ഋഷികൾ, ശാസ്ത്രജ്ഞരായ ഋഷികൾ എഴുതി വെച്ച പ്രപഞ്ചരഹസ്യമാണ്, സൃഷ്ടിക്രമമാണ്. അത് പൂർണ്ണമാണ്. ഈ പൂർണ്ണമായത് വേറെ ഒരിടയും കാണാൻ പോകുന്നില്ല. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ചെടികളിൽ എല്ലാത്തിൻ്റെയും സത്തയെടുത്തിട്ട് അതിലേക്ക് കയറണം. അതായത് പ്രളയം നടക്കുമ്പോൾ, ഏത് പ്രളയം? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞിട്ടുള്ള പ്രളയത്തിലും ഭൂമി വെള്ളത്തിൽ മൂടുകയാണെങ്കിൽ മനുഷ്യർ എന്ത് ചെയ്യും? അന്ന് അവസാനത്തെ കാലഘട്ടത്തിലും മനുഷ്യർ, ഇപ്പം നമ്മൾ കലിയുഗത്തിൻ്റെ അവസാനം എത്തിയിട്ടില്ല. കലിയുഗത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്ക് നമ്മൾ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കും. ഒന്നുമില്ലെങ്കിൽ ശാസ്ത്രലോകം കണ്ടെത്തും, അല്ലെങ്കിൽ നമ്മളെ വേദങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ച രഹസ്യം മുഴുവൻ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? പ്രളയം നടക്കുമ്പോൾ മനുഷ്യര് റോക്കറ്റിലോ വല്ല തോണിയിലോ കയറിയിട്ട് രക്ഷപ്പെടും. കാലമാണെല്ലാം നയിക്കുന്നത്, കാലം തന്നെയാണ് തോണി അയക്കുന്നത്, അതിൽ കയറി രക്ഷപ്പെടും. ആരാണ്? ശാസ്ത്രലോകം രക്ഷപ്പെടും. അതാണ് ഇത് എന്ത് പറഞ്ഞാൽ ജീവജാലങ്ങൾ. അപ്പം ജീവജാലങ്ങളുടെ സത്തെല്ലാം എടുത്തിട്ടാണ് കയറുക. അതെടുക്കാൻ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മരൂപത്തോടെ, ജീവികളുടെയും സൂക്ഷ്മരൂപത്തോടെ. ജീവികളുടെ സൂക്ഷ്മരൂപം എന്ന് പറഞ്ഞാൽ ആ കാലമാകുമ്പോഴേക്ക് മനുഷ്യർ ജനിതക ഘടന പോലും ജനറ്റിക്കായിട്ടുള്ള, ഇപ്പം ടിഷ്യൂ വാഴകളെല്ലാം ഉണ്ട്, അതേമാതിരി ജനിതകമായ സൂക്ഷ്മരൂപത്തിൽ എടുത്തുകൊണ്ട് ആ വാഹനത്തിൽ കയറും ശാസ്ത്രലോകം. അതുകൊണ്ടാണ് സപ്തർഷികളാൽ ചുറ്റപ്പെട്ട് 7 ഋഷികൾ. സയൻസിനെ 7ആക്കി തിരിച്ചിട്ടുണ്ട്. വേദത്തിൽ 7 ഋഷികുലങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് അധ്യായം, മണ്ഡലം, ഋഗ്വേദത്തിൽ മണ്ഡലം 2 മുതൽ 8 വരെയുള്ള 7 ഋഷികുലങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അവർ 7 വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ ശാസ്ത്രജ്ഞന്മാരാണ്. അവരാൽ ചുറ്റപ്പെട്ട് രാജാവ് നയിക്കുന്ന ഒരാളുണ്ടാവും, അതാണ് രാജാവ്. അതാണ് ഇവിടെ മനുവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. സത്യവ്രതൻ എന്തോ അദ്ദേഹം രാജാവും, ബാക്കി സപ്തർഷികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ശാസ്ത്രവും അറിയുന്ന, ജ്ഞാനം തികഞ്ഞ, എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഇവിടെ കിടന്നിട്ട് വെള്ളത്തിൽ കൊണ്ട്
മുങ്ങിയിട്ട് ചാവുകയോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയോ അതെന്തോ ചെയ്തോളൂ, ഭൂരിപക്ഷവും ചാവും. പക്ഷേ നല്ല ചിന്തകരായ ആൾക്കാരും ഒരു രാജാവിൻ്റെ നേതൃത്വത്തിൽ, രാജാവ് എന്ന് പറയുമ്പോൾ മനു, ബോട്ടിൽ കയറി രക്ഷപ്പെടും. ബോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കഥയിൽ ബോട്ട് എന്ന് പറയുന്നത് അന്നത്തെ ബോട്ട് എന്താണെന്നുള്ള ശാസ്ത്രലോകമെല്ലാം ഉണ്ടാക്കിയെടുത്തോളൂ. ചിലപ്പോൾ റോക്കറ്റിൽ പോയിട്ട് ചന്ദ്രനിൽ വേറെ ഗ്രഹത്തിൽ പോയെന്നും വരും. അതെല്ലാം വേദങ്ങളിൽ വേറെ അടുത്ത് പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടത്തേക്ക് വരാം. വലിപ്പമുള്ള ആ തോണിയിൽ കയറിയിട്ട് വെളിച്ചമില്ലാത്ത ആ ഒറ്റ കടലിൽ, പിന്നെ കടലൊന്നേ ഉള്ളൂ. ഭൂമി മാത്രമാണ് മുങ്ങുന്നതെങ്കിൽ അറബിക്കടലും മറ്റേ എന്തെന്നല്ലാണ് ഇവിടെ കുറേ ലോകത്തിൽ കുറേ കടലുകൾ ഉണ്ടല്ലോ പല പേരിൽ. ചെങ്കടൽ, പിന്നെ നന്ന് കരിങ്കടൽ, എന്തെല്ലാം ഉണ്ടല്ലോ. പിന്നെ അറേബ്യൻ സീ, ഹിന്ദു സമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇങ്ങനെ കുറേ കടൽ, അതെല്ലാം ഒന്നായി തീരും. പിന്നെ കടലൊന്നേ ഉള്ളൂ. ഒറ്റക്കടലിൽ ഋഷിമാരുടെ ദിവ്യപ്രകാശം ഏറ്റുകൊണ്ട്, ഋഷിമാരുടെ ദിവ്യപ്രകാശം, 7 സപ്തർഷികളുടെ ദിവ്യപ്രകാശം. കാരണം എല്ലാ ജ്ഞാനവും തികഞ്ഞ 7 സപ്തർഷികൾ, 7 ശാസ്ത്ര പണ്ഡിതന്മാർ വിഷയം 7ആക്കി തിരിച്ചുകൊണ്ട് അതിൽ നമുക്ക് വേണ്ടി 7ആയിട്ട് ഇങ്ങനെ പറയാം. വേദത്തിൽ വേറെ തരത്തിലാണ് നമുക്ക് പറയാം. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ബോട്ടണിയെല്ലാം കൂടി സുവോളജി, പിന്നെ മെഡിസിന്, എൻജിനീയറിങ്, ഹിസ്റ്ററി, ലാംഗ്വേജ്, ഇങ്ങനെ ഒരു 7 പണ്ഡിതന്മാർ എന്ത് ചെയ്യുകയാണ്? രക്ഷപ്പെടുകയാണ്. രാജാവിൻ്റെ മനുവിൻ്റെ നേതൃത്വത്തിൽ ഈ ബോട്ട് കയറിയിട്ട് എല്ലാ സസ്യങ്ങളുടെയും സത്തെല്ലാം ഉണ്ട്. സൂക്ഷ്മ രൂപത്തിൽ ജീവികളുടെ സൂക്ഷ്മ ടെസ്റ്റ് ട്യൂബിൽ മറ്റേ AC ഫ്രിഡ്ജെല്ലാം ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ബീജങ്ങളെല്ലാം ജനിതക ഘടനയെല്ലാം അതിൻ്റെ ചെറിയ രൂപത്തിൽ ആക്കിയെടുത്തിട്ട് അവിടെ പോയിട്ട് കുടത്തിലുണ്ടാക്കിയിട്ടാണ് ചിലപ്പോൾ കുട്ടികളുണ്ടാക്കുക. അതുകൊണ്ടാണ് വസിഷ്ഠനെല്ലാം കുടത്തിലുണ്ടായത് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളൂ. നമ്മളെ ദുര്യോധനാദികളെയെല്ലാം കുടത്തിലുണ്ടാക്കിയതാണ് ചെയ്തത്. വേദവ്യാസം കുടത്തിലുണ്ടാക്കിയാണ് ചെയ്തത്. അപ്പോൾ കഥരൂപത്തിൽ പല ആശയങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അവരെ ചിന്താഗതികൾ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കുടത്തിലാണ് ഉണ്ടാക്കിയത്. അണ്ടത്തെ വെട്ടി തുണ്ടാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ജനിതക ഘടനയായിട്ട് കുടത്തിലുണ്ടാക്കിയിട്ട് ആയുർവേദ മരുന്നെല്ലാം കലക്കിയിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് ദുര്യോധന. ഇതെല്ലാം ചുമ്മാ പറഞ്ഞതാണോ? ശാസ്ത്രലോകം നാളെ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഋഷിമാരുടെ ദിവ്യപ്രകാശം ഏറ്റുകൊണ്ട്, ആ ഋഷികളുടെ ദിവ്യപ്രകാശാരാണ് സപ്തർഷികൾ. അവരുടെ അവർ വേദങ്ങളിലെല്ലാം ഈ കലിയുഗത്തിൻ്റെ അവസാനമാണ് പ്രളയം നടക്കുന്നത്, രക്ഷപ്പെടുന്നവരെ എല്ലാ ജ്ഞാനവും തികഞ്ഞ ആൾക്കാരെയാണ് കൊണ്ടുപോകുക. അവരാണ് 7 വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവർ. അവർ ഉല്ലാസത്തോടെ യാത്ര ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം ഉല്ലാസത്തോടെ യാത്ര ചെയ്യാം. 35 ഭയങ്കരമായ കാറ്റും കോളുത്തിലും ഉലയുന്ന തോണിയെ എൻ്റെ കൊമ്പിന്മേൽ വാസുകിയെ കൊണ്ട് കെട്ടണം. എൻ്റെ കൊമ്പിന്മേൽ. അപ്പോൾ വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് മത്സ്യമായിട്ട് ഞാൻ വരും. നീ തോണിയിൽ പെട്ടകത്തെ വാസുകി എന്ന കയറ് കൊണ്ട്, വാസുകി എന്ന കയറ് എന്നത് എന്താണ്? വാസുകി എനർജിയാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ പാമ്പിനെ എടുത്തിട്ട് ഒരാൾ കെട്ടാൻ പറയുമോ? ഇത്രയും വലിയ വേദങ്ങൾ എഴുതിയത് അവർക്ക് പറഞ്ഞൂടെ നല്ല നൈലോൺ കമ്പിയെല്ലാം എടുത്തിട്ട് കെട്ടണം. ഈ വാസുകീനെ കൊണ്ട് എങ്ങനെയാണ് കെട്ടാൻ പോകുന്നത്? വാസുകി എന്ന് പറഞ്ഞാൽ ഊർജം. അത്തരത്തിൽ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ബന്ധിക്കണം. അല്ലാതെ പാമ്പിനെ ഇട്ട് കെട്ടുക. കഥയിൽ പാമ്പ് എന്നെല്ലാം പറയും. വാസുകി എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ സഹായത്താൽ ബന്ധിക്കുക. അത്ര ശക്തിയിൽ ബന്ധിക്കണം. റോക്കറ്റിലാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പെട്ടകം എങ്ങനെയാണ് വെക്കുന്നതെന്നെല്ലാം റോക്കറ്റ് വിടുന്നവർക്കറിയാം. അവരോട് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അല്ലെങ്കിൽ നെറ്റ് തപ്പി നോക്കിയാൽ മതി എങ്ങനെയെല്ലാം ഫിക്സ് ചെയ്യുന്നത്. ശക്തിയായിട്ട് ബന്ധിക്കണം. അപ്പം തോണി കാലം വലിച്ചു കൊണ്ടുപോകും വിഷ്ണു. റോക്കറ്റ് തന്നെ ചിലപ്പം ചന്ദ്രനിൽ കൊണ്ടുപോയി വിടും പ്രളയം നടക്കുമ്പോൾ. എവിടെയാണ് കൊണ്ടുവിടുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ടോ
37 വാസുകിയെ കൊണ്ട് കെട്ടണം. ബ്രഹ്മാവിൻ്റെ രാത്രികാലം നിലനിൽക്കുന്നവരെ, അപ്പം കുറച്ചു കാലം പ്രളയമായിരിക്കും. അപ്പം ബ്രഹ്മാവ് കടന്നുറങ്ങുന്ന സമയമാണ്. ഇവരെ സപ്തർഷികളോടൊത്ത്, ഈ 7 ഋഷികൾ കുടുംബങ്ങളോടൊത്ത് വസിച്ചുകൊണ്ട് അവരെ ഭരിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കും. കാലം സഞ്ചരിക്കും. കാലമാണ് മനുഷ്യനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഗവേഷണം നടത്തുന്നതും അതിനുള്ള ബോട്ട് ഉണ്ടാക്കുന്നതും അതിന് പറ്റിയ വാഹനം ഉണ്ടാക്കുന്നതും അതിന് യോജിച്ച റോക്കറ്റ് ഉണ്ടാക്കുന്നതും മനുഷ്യനെ കൊണ്ട് ബഹിരാകാശത്ത് നിലയങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും നമുക്ക് ഈ പ്രളയം വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ദീർഘവേഷണത്തോടുകൂടി നമ്മളെ ചിന്താഗതികളെ ഉണർത്തിക്കൊണ്ട് അവിടെ നമ്മൾ ബഹിരാകാശ നിലയങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊരു ലക്ഷ്യമുണ്ട്. പ്രളയം വരുമ്പോൾ ഇവന്മാരെല്ലാം എടുത്തിട്ട് അവിടെ കൊണ്ടുപോകാൻ തന്നെയാണ്. എല്ലാം വിഷ്ണു തന്നെയാണ് നമ്മളെ ഉള്ളിൽ ഇപ്പോൾ നിന്നുകൊണ്ട് നമ്മളെ രൂപത. പക്ഷെ നമ്മൾ തിരിക്കുകയാണ് ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. എല്ലാം ഞാൻ ചെയ്യുകയാണ്. അമേരിക്ക ചെയ്യുകയാണ്, ചൈന ചെയ്യുകയാണ്, റഷ്യ ചെയ്യുകയാണ്, ഇന്ത്യ ചെയ്യുകയാണ്. ഇങ്ങനെയല്ല. ഇനി 38 പരബ്രഹ്മസ്വരൂപം എന്ന് വേദം ഉദ്ഘോഷിക്കുന്ന എന്നാൽ പരബ്രഹ്മസ്വരൂപം എന്ന് പറയുന്ന ഞാൻ എന്നെ വിഷ്ണുവായിട്ട് നിങ്ങൾ എടുത്തേക്കരുത്. ആ പരബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്ന് വേദം ഉദ്ഘോഷിക്കുന്ന എന്നാൽ അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് അങ്ങ് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ആ വെള്ളത്തിൽ ബോട്ടിൽ കയറി ഇങ്ങനെ മുങ്ങുന്ന സമയത്ത് നിനക്ക് പരമാത്മാവിനെ പറ്റിയുള്ള വല്ല ജ്ഞാനവും വേണ്ടിക്കില് അന്ന് ഞാനും നിനക്ക് പറഞ്ഞു തരും. അപ്പോഴാണ് അവർക്ക് ഈ ആത്മാവിനെ പറ്റി, വേദങ്ങളിലെ പറ്റിയുള്ള ഈ ചിന്തയെല്ലാം അപ്പോഴേ മനുഷ്യൻ്റെ തലയിൽ, ഈ രക്ഷപ്പെടുന്നവൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ശക്തി വിശേഷമുണ്ട്, ഇതെല്ലാം ഈ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ആ ശാസ്ത്രലോകവും ചിന്തിക്കുക ശരിയായ നിലയിൽ. ഇപ്പോഴൊന്നും ഇതൊന്ന് പറയുമ്പോൾ ഒന്നും ദഹിക്കില്ല. പക്ഷെ പ്രളയം വന്നിട്ട് വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് മനുഷ്യൻ എന്നൊരാൾക്ക് ഇതെല്ലാം പണ്ട് പറഞ്ഞു വെച്ചതാണല്ലോ ഇന്നേല്. അപ്പോഴാണ് ആ പരമാത്മാവിൻ്റെ നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷത്തെ പറ്റി നീ അന്ന് എന്നോട് ചോദിക്കും. അന്ന് ഞാൻ ആ കടലിലിരുന്നു കൊണ്ട് നിനക്ക് ഉപദേശിച്ചു തരാം ആത്മതത്വം. അപ്പോഴേ ഈ ബ്രഹ്മത്തെപ്പറ്റി ശരിയായ ജ്ഞാനം മനുഷ്യൻ്റെ തലയിൽ, അവരുടെ തലയിൽ, സപ്തർഷികളുടെ തലയിൽ കയറുകയുള്ളൂ. ഇനി 39 വിഷ്ണു ഭഗവാൻ ഇപ്രകാരം പറഞ്ഞ ശേഷം അന്തർധാനം ചെയ്തു. ഭഗവാൻ കൽപ്പിച്ച ദിവസം അദ്ദേഹം കാത്തിരിപ്പായി. ഇനി 40 സത്യവ്രത രാജാവും ഋഷിയുമായയാൽ ദർഭപ്പുൽ കിഴക്കോട്ടേക്ക് തലയാക്കി വിരിച്ച് കിഴക്ക് വടക്ക് ദിക്കിലേക്ക് നോക്കിക്കൊണ്ട്, വടക്ക് തെക്ക് കിഴക്ക്, കിഴക്ക് വടക്ക് തെക്കിലേക്ക് നോക്കിക്കൊണ്ട് മത്സ്യരൂപിയായ ശ്രീഹരിയെ ധ്യാനിച്ചു കൊണ്ടിരിപ്പായി. അതെല്ലാം കഥയിലങ്ങനെ പറയാണ്. ആ ദിവസം 7ാം നാളെത്തുന്ന 41 7ാം ദിവസം സമുദ്രം കരകവിഞ്ഞൊഴുകി. സമുദ്രം മുഴുവൻ വെള്ളത്തിൽ മൂടി. കരകവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. ഭൂമിയെ മുഴുവൻ വെള്ളത്തിലാക്കി. ഭൂമി മുഴുവൻ വെള്ളത്തിലങ്ങ് മൂടിപ്പോയി. 42 ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കെ സത്യവ്രതൻ അവിടെ എത്തിച്ചേർന്ന തോണിയെ കണ്ടു. അപ്പോഴാണ് രാജാവാണ്. കാരണം എല്ലാത്തെയും നയിക്കേണ്ട ആളാണ് രാജാവ്, ക്ഷത്രിയനാണ്. ശാസ്ത്രജ്ഞന്മാര് ബ്രാഹ്മണരാണ്, അത് സപ്തർഷികളാണ്. ഒരു രാജാവ് ഗൈഡ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് സത്യവ്രതനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനിയൊരു പ്രളയം വരുമ്പോൾ ഈ സത്യവ്രതനൊന്നും ആയിരിക്കില്ല അവിടെ നിന്ന് നയിക്കാൻ പോകുന്നത്. അതുപോലെ ക്ഷത്രിയനായ വേറെ വല്ല രാജാവുമായിരിക്കും. അവരിൽ നിങ്ങൾ ആരെ കണ്ടുകൊള്ളണം? സത്യവ്രതനെ കണ്ടുകൊള്ളണം. സപ്തർഷികളിൽ അന്ന് രക്ഷപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരിൽ 7 വിഷയമായിട്ട് തരംതിരിച്ചാൽ ഓരോ വിഷയത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ സപ്തർഷികളായിട്ട് കണ്ടുകൊള്ളണം. സത്യവ്രതൻ അവിടെ എത്തിച്ചേർന്ന തോണിയെ കണ്ടു. ധാന്യങ്ങൾ, ലതകൾ, വള്ളികൾ, സപ്തർഷികളെല്ലാം
എടുത്തുകൊണ്ട് അദ്ദേഹം അതിൽ കയറി. എല്ലാത്തിൻ്റെയും ബീജരൂപം എന്ന് നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാധാരണ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. നാളെ പ്രളയം വരികയാണെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യും? ഇതുവരെ കണ്ടെത്തിയ ജ്ഞാനങ്ങളെ കൊണ്ടുപോകാനാണ് ആവശ്യം ശ്രദ്ധിക്കുക. പിന്നെ നാളെ ജീവിതം പ്രളയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നട്ട് നടത്തേണ്ട വിത്തുകളും ജീവജാലങ്ങളും എല്ലാത്തിനെയും എടുത്ത് തോണിക്കയറും. അതിന് ആനേനെ തന്നെ എടുത്ത് പൊന്തിച്ചിട്ട് കയറ്റി അതിൻ്റെ അകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രമാത്രം ശാസ്ത്രം വികസിക്കും. ആനയുടെ ജനിതഘടന ഇന്ന് ടിഷ്യൂ വാഴ ഉണ്ടാക്കുന്ന മാതിരി മനുഷ്യൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്ക് അതെല്ലാം നേടിയിരിക്കും. 43 സപ്തർഷികൾ സന്തോഷിച്ച് അദ്ദേഹത്തോട് എല്ലാം കയറി. സപ്തർഷികൾ സന്തോഷിച്ച്, സപ്തർഷികൾക്ക് അതായത് ജ്ഞാനം കൈമാറേണ്ട, വേദങ്ങൾ എഴുതേണ്ട, അടുത്ത പ്രളയം കഴിഞ്ഞാൽ വേദങ്ങൾ എഴുതേണ്ട സപ്തർഷികൾ സന്തോഷിച്ചിട്ട്, കാരണം ഈ രാജാവ് എല്ലാം വേണ്ടത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സപ്തർഷികൾക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല, അത് രാജാക്കന്മാർക്ക് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീഹരിയെ ധ്യാനിക്കുക. ആ ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം നമ്മെ രക്ഷിച്ചുകൊള്ളും. അതെല്ലാം ശക്തി, ആ ശക്തി തീരുമാനിക്കുന്നവരെ ആര് രക്ഷപ്പെടണമെന്നെല്ലാം അത് തീരുമാനിച്ചു. ഇതെല്ലാം ഇങ്ങനെ സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗഖ്യം ഉണ്ടാകും. 44 രാജാവ് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ 100,000 യോജനയോളം നീളമുള്ള ഒറ്റക്കൊമ്പുള്ള ഒരു മത്സ്യം സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് വലിച്ചു കൊണ്ടുപോകുന്ന സാധനം. ഈ ബോട്ടിനെ വലിച്ചു കൊണ്ടുപോകാൻ 100,000 യോജനയോളം നീളമുള്ള ഒറ്റക്കൊമ്പുള്ള ഒരു മത്സ്യം മഹാസമുദ്രത്തിൽ പെട്ടപ്പെട്ടു. മത്സ്യമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളതിനെ ആ കാലത്ത് ശാസ്ത്രലോകം എന്താണോ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന, എന്തായാലും എഞ്ചിനല്ലുള്ള സാധനം അല്ലാതെ വലിച്ചു കെട്ടിക്കൊണ്ട്, ഈ സാധനങ്ങളെല്ലാം വലിച്ചു കെട്ടി കൊണ്ടുപോകണമെങ്കിൽ ഭൂമിയാണ് മുങ്ങുന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ നിന്നും പ്രധാനപ്പെട്ട കുറേ ശാസ്ത്രജ്ഞ വേദങ്ങളുമായിട്ട് 5 പേരുണ്ട്, 7 പേര് കാണും. അമേരിക്കക്കാരനും കാണും, റഷ്യക്കാരനും കാണും, ചൈനക്കാരനും കാണും, ഓരോ നാട്ടുകാരനും കാണും. ഓരോ ദേശത്തിൽ അവരുടെ സംസ്കാരങ്ങൾ എടുത്തുകൊണ്ട് അവരെല്ലാം ബോട്ടിൽ കയറും. അപ്പോൾ ആ ബോട്ടിൻ്റെ വലുപ്പമൊന്ന് ചിന്തിച്ച് നോക്കണേ. അപ്പോൾ അവരെല്ലാം ഒരു ഏകോപനം ഉണ്ടായിട്ട് അങ്ങനെ പോയിട്ട് വന്നതായിട്ട് വേറെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് അവസാനം എന്ത് ചെയ്തു? പല ഭാഗങ്ങളിലേക്ക് പോയി. ഭാരതത്തിലുള്ളവർ ഭാരതത്തിലേക്ക് പോയി, അമേരിക്കയിലുള്ളവർ അമേരിക്കയിൽ പോയി, ആഫ്രിക്കയിലുള്ളവർ ആഫ്രിക്കയിലേക്ക് പോയി എന്നെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നമ്മളീ ധരിക്കുന്ന പോലെ രാധേ രാധേ, ഭാഗവതം എന്ന് പറഞ്ഞാൽ രാധേ രാധേ, ആദ്യം തുടങ്ങുമ്പോൾ തന്നെ രാധേ രാധേ, അവസാനിക്കുമ്പോൾ രാധേ രാധേ. ഇതാണ് ഭാഗവതം. നമ്മളിതുവരെ രാധ എന്ന വാക്കുപോലും കേട്ടോന്ന് എനിക്ക് സംശയമുണ്ട്. 8ാമത്തെ സ്കന്ധത്തിലാണ് നിൽക്കുന്നത്. ഇനി 45 ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം തോണിയെ മത്സ്യത്തോട് തീർത്തു കെട്ടി വാസുകിയാൽ മുറുക്കി കെട്ടി. രാജാവ് ശ്രീഹരിയെ സ്തുതിച്ചു. രാജാവ് സ്തുതിച്ചു. പിന്നെ ആർക്ക് വിട്ടുകൊടുത്തിരിക്കുക? ശ്രീഹരിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമുക്കും അതേ ചെയ്യാൻ പറ്റും. ബോട്ടിലെല്ലാം കയറ്റിട്ട് ഇനി എവിടെ എത്തുവാന്ന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ല. അനാദിയായ അജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെട്ട് തന്നിമിത്തമുള്ള പ്രാരബ്ധ ക്ലേശങ്ങളിൽ കഷ്ടപ്പെടുന്ന ജനത്തിന് യാതൊരുവന്റെ അനുഗ്രഹത്താൽ യാതൊരുവനെ പ്രാപിച്ച് ബന്ധനമുക്തനാവുന്നുവോ ആ നിന്തിരുവടി നമ്മുടെ ഗുരുവാകുന്നു. അപ്പോൾ ആ ശ്രീഹരിയാണ് നമ്മുടെ ഗുരു. നമ്മളെങ്ങനെ രക്ഷപ്പെടണം എന്നെല്ലാം അത് തീരുമാനിച്ച വഴിയിലൂടെയാണ് നമ്മളും സഞ്ചരിക്കുന്നത്. നമ്മളെക്കൊണ്ടും ഇപ്പോൾ ആകാശ നിലയങ്ങൾ ഉണ്ടാക്കി വെപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? നമ്മൾ ചിന്തിക്കുന്നത് നമുക്കവിടെ പോയി സുഖമായിട്ട് താമസിക്കാൻ, നമ്മളെ എന്തോ കഴിവുകൊണ്ട്, അതൊന്നുമല്ല. ആ ശക്തി തന്നെയാണ് അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. ആവശ്യം വരുമ്പോൾ നമ്മൾ അവിടത്തേക്ക് തന്നെ ആൾക്കും രക്ഷപ്പെടുക.
ഇനി 48. യാതൊരു ഭഗവാന്റെ സേവാനുഷ്ഠാനത്താൽ ജീവൻ മനസ്സിൻ്റെ ചളിയെ അകറ്റി ആ ഭഗവാനെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം അകറ്റി അഗ്നിയിൽ സ്വർണം ശുദ്ധമാവുന്നത് പോലെ സ്തുതിക്കുകയാണ് ആ ശ്രീഹരിയെ. നിർമ്മലനാകും ആ നിന്തിരുവടി ഗുരുവായി ഭവിക്കണേ. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ആ നിന്തിരുവടി ഗുരുവായി ഭവിക്കണേ. കാരണം അങ്ങാണ് ഗുരുവേക്കാൾ ശ്രേഷ്ഠമായ ഗുരുവിൻ്റെ ഗുരു. ശ്രേഷ്ഠമായ ഗുരുവിലും ശ്രേഷ്ഠമായ ഗുരുവാണ് അങ്ങ്. 49. ദേവന്മാരും ഗുരുക്കന്മാരും മറ്റ് പ്രാപഞ്ചികന്മാരുമായ എല്ലാവരും ചേർന്നാലും ഈ ലോകത്തിലുള്ള 6 ദേവന്മാരും ഗുരുക്കന്മാരും എല്ലാവരും കൂടി ചേർന്നാലും ആ ഭഗവാന്റെ ആ ശ്രീഹരിയുടെ 10,000 അംശത്തിൽ ഒരു അംശത്തിന് സമാനമാവുകയില്ല. ആ ശക്തിക്ക് അവർക്കൊന്നും തന്നെ ജീവന് ഒന്നും തന്നെ ചെയ്തു കൊടുക്കുവാനാവുകയില്ല. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ചേർന്നാലും ശ്രീഹരിയുടെ 10,000-ൽ ഒരു അംശത്തിൻ്റെ ഗുണം പോലും ഈ ജീവനെ നമുക്ക് സാധിപ്പിച്ചു തരുവാൻ പറ്റുന്നതല്ല ഇവിടെ പ്രപഞ്ചത്തിലുള്ളത്. ആകെ നമുക്ക് ആശ്രയമായിട്ടുള്ളത് ആ ശ്രീഹരി മാത്രമാണ്. ആ നിന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. നീയല്ലാതെ ശരണം പ്രാപിക്കാൻ വേറെ ആരും തന്നെ ഇല്ല. വേറെ എത്ര ആളുണ്ടോ അതിലെല്ലാം കൂട്ടിയാലും നിന്റെ ഒരംശം പോലും ആവുന്നില്ല. ഇനി 50. കണ്ണില്ലാത്തവന് വഴി കാണിക്കുന്നത് പോലെയാണ്. കണ്ണില്ലാത്തവൻ വഴി കാണിക്കുന്നത് പോലെയാണ് അറിവില്ലാത്തവൻ ഉപദേശിക്കുന്നത്. നമ്മളിന്ന് ഉപദേശിക്കുന്ന ആൾക്കാരെ പറ്റി പറയുകയാണ്. അറിവില്ലാത്തവരാണ് ഉപദേഷ്ടാവായിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കണ്ണില്ലാത്തവൻ നയിക്കുന്നത് പോലെ അറിവില്ലാത്ത ആൾക്കാരെ അറിവില്ലാത്തവരാണ് നയിച്ചു കൊണ്ടുപോകുന്നത് ഈ നാട്ടിൽ. നിന്തിരുവടി സൂര്യനു മേലെ സ്വയം പ്രകാശിക്കും. അങ്ങ് സൂര്യൻ്റെ അപ്പുറവും പ്രകാശിക്കുന്നതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രേരക ശക്തിയാണ് അങ്ങ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നത് അങ്ങാണ്. അങ്ങ് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഇപ്പം തന്നെ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആകാശത്ത് ബഹിരാകാശ നിലയങ്ങളും അതിൻ്റെ അപ്പുറം വ്യാഴത്തിലല്ലെങ്കിൽ എവിടെയെങ്കിലും ചൊവ്വയിലെല്ലാം പോയി താമസിക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? വരാൻ പോകുന്ന പ്രളയത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അത് ചെയ്യിക്കുന്നത്. പക്ഷെ നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളെ കഴിവിനനുസരിച്ചിട്ട് എന്തെല്ലാം ഉണ്ടാക്കുന്ന റോക്കറ്റ് ഉണ്ടാക്കുന്ന അവിടെ ബഹിരാകാശ നിലയം കെട്ടിയിട്ടുണ്ട്. നമ്മളിനിയിപ്പം നാളെ ചൊവ്വയിൽ പോവും. ഇതെല്ലാം നമ്മൾ എന്ന നിലയിൽ ചിന്തിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ ആ ചിന്തയിലൂടെ അതാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. എന്തിനു വേണ്ടി? നാളെ രക്ഷപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ ഗുരുവായി അങ്ങ് വരിക്കപ്പെട്ടു. അങ്ങാണ് യഥാർത്ഥ ഗുരു. ഇനി 51. 47 ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അജ്ഞാനിയായ ജീവൻ സംസാര ബന്ധത്തിൽ കുടുങ്ങി സുഖം ചിന്തിച്ചുകൊണ്ട്, അജ്ഞാനിയായ ജീവൻ സംസാര ബന്ധത്തിൽ കുടുങ്ങി സുഖം ആഗ്രഹിച്ചുകൊണ്ട് എവിടെ തരുന്നു? ദുഃഖത്തിൽ പോയി കുടുങ്ങുന്നു. അജ്ഞാനിയായ ജീവൻ നമ്മുടെ കാര്യം പറയാണ്. സംസാര ബന്ധത്തിൽ ഈ സംസാര ബന്ധങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് സുഖം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോയി ചേരുന്നത്? ദുഃഖത്തിൽ പോയി കുടുങ്ങിക്കിടക്കുകയാണ്. എപ്പോൾ അവനായിക്കൊണ്ട് എല്ലാം ത്യജിക്കുന്നുവോ അപ്പോൾ അജ്ഞാനം അകന്ന് മാറും. എപ്പോഴും നമ്മളെല്ലാ കർമ്മങ്ങളും അവനാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്, അവന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന നിലയിലേക്ക് എപ്പോഴും നമ്മൾ മാറുന്നുവോ അപ്പോൾ നമ്മൾ ആ അജ്ഞാനം
ഇല്ല, നമ്മളെ അജ്ഞാനം ഇല്ലാതാകും. അപ്പോൾ അവൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ ഗുരു. ഇനി 51. പ്രാകൃത ഗുരു, പ്രാകൃതമായ ഗുരുക്കന്മാര് പ്രാകൃതമായ ജനത്തിന് ഉന്മയില്ലാത്ത ബുദ്ധിയെ ഉപദേശിക്കും. പ്രാകൃത മനുഷ്യർ എന്ന് പറയുന്ന പോലെ പ്രാകൃത ഗുരുക്കന്മാർ, അതായത് പൊതുവെയുള്ള ഗുരുക്കന്മാരെല്ലാം പ്രാകൃത ഗുരുക്കന്മാരാണ്. അവർ പ്രാകൃതരായ ജനത്തിന് എന്ത് ചെയ്യും? ഉന്മയില്ലാത്ത, ഒരു ഗുണമില്ലാത്ത ബുദ്ധിയെ ഉപദേശിക്കും. ആ മിഥ്യാബുദ്ധിയാൽ അന്ധകാരത്തിൽ പതിക്കും. എന്നിട്ട് അങ്ങനെയുള്ള മിഥ്യാബുദ്ധിയായിട്ട് നടന്നിട്ട് ചുമ്മാ അന്ധവിശ്വാസങ്ങളുമായിട്ട് നാട്ടിൽ നടക്കും. നിന്തിരുവടിയാകുന്ന യഥാർത്ഥ ബുദ്ധി ആര് ഉപദേശിക്കുന്നുവോ അവൻ്റെ വാസ്തിക സ്വരൂപം പ്രാപിക്കും. ആർക്കാണ് ആ യഥാർത്ഥ ബുദ്ധി നേടാൻ പറ്റുന്നത്? അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? വാസ്തവിക സ്വരൂപം, യഥാർത്ഥ സ്വരൂപം, ഞാൻ ബ്രഹ്മമാണ് എന്ന സത്യം മനസ്സിലാക്കും. ഇനി 52. നിൻ തിരുവടി സകല ലോകത്തിൻ്റെയും സുഹൃത്തും, അല്ലാതെ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഒന്നുമല്ല. നിൻ തിരുവടി സകല ലോകത്തിൻ്റെയും സുഹൃത്താണ്. ഈ ഭൂമിയിലല്ല, 7 ലോകങ്ങളിലുമുള്ള ജനങ്ങളുടെ സുഹൃത്തും പ്രിയങ്കരനും ആത്മാവും ജ്ഞാനോപദേഷ്ടാവും ജ്ഞാനവും അഭിഷ്ടസിദ്ധി നൽകുന്നവനും ആയി വർത്തിക്കുന്നു. ഈ 7 ലോകങ്ങളിലും എല്ലാം നൽകുന്നത്, നിയന്ത്രിക്കുന്നത് ഈ ശക്തിവിശേഷമാണ്. എന്നാൽ ബുദ്ധിക്ക് അന്ധത ബാധിച്ച ലോകം, എന്നാൽ ഇവിടെയുള്ള മനുഷ്യരെല്ലാം അന്ധത ബാധിച്ച് കിടക്കുകയാണ് ബുദ്ധിക്ക്. അവർക്ക് ഹൃദയത്തിലെ നിന്തിരുവടിയെ അറിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ആ നിന്തിരുവടി ഇരിക്കുന്നുണ്ട്, അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന്, ഇവിടെ കണ്ടാലും പോരാ, പിന്നെ വണ്ടി പിടിച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകും. തിരുവടിക്ക് നിന്തിരുവടിയെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. ഇനി 53. പറയാണ്, ഞാൻ നിന്തിരുവടിയെ പരമജ്ഞാന ഉപദേശത്തിനായി ശരണം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സമുദ്രത്തിൽ വന്ന് ഞാൻ ഉപദേശിച്ചു തരാം, നേരെ വെള്ളത്തിൽ ബോട്ടിൽ കയറിയാൽ പറഞ്ഞ് ഉപദേശം തരാം, ആത്മതത്വം എല്ലാം പറഞ്ഞു തരാം. അതിനാൽ നിന്തിരുവടിയെ പരമജ്ഞാന ഉപദേശത്തിനായി ശരണം പ്രാപിക്കുകയാണ്. ഞാൻ അങ്ങേ ഉപദേശത്തിന് വേണ്ടി ശരണം പ്രാപിക്കുന്നു. അങ്ങയുടെ തിരുമൊഴിയിൽ എൻ്റെ മനസ്സിലെ കുടുക്കുകളെല്ലാം മറന്നു മാറ്റിത്തരണേ എന്ന് പറയുകയാണ്. അന്ധകാരം. എന്നിട്ട് എന്ത് വേണം? സ്വസ്വരൂപത്തെ വെളിവാക്കി തരണം. എൻ്റെ സ്വസ്വരൂപത്തെ, ഞാൻ ആരാണെന്ന് അങ്ങ് മനസ്സിലാക്കി തരണം. അപ്പോൾ ശുഗം പറയുകയാണ്, ഇപ്രകാരം ആ സത്യവ്രതൻ സ്തുതിച്ചപ്പോൾ ആദിപുരുഷനായ ആ മത്സ്യാവതാര രൂപം ജലത്തിൽ നീന്തി തുടിച്ച് ഉല്ലസിച്ചുകൊണ്ട്, ആ സാഗരത്തിലെ ഇവരെ ബോട്ടിൻ്റെ വലിച്ചുകൊണ്ട് പോവുകയാണല്ലോ, ആ ജലത്തിൽ അങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു. അപ്പം വെള്ളത്തിൽ മുങ്ങിപ്പോക്കുമ്പോഴാണ്, വെള്ളത്തിലിങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഈശ്വരനുണ്ട് ഉള്ളിൽ, ഞാനിതൊന്നുമല്ല, നമ്മളെല്ലാം നിസ്സാരന്മാരാണ് എന്നുള്ള കാര്യം. കാരണം ഇതെല്ലാം വേദങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർ അന്ന് രക്ഷപ്പെടുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ശരി തന്നെയാണ്, ഒരാത്മാവുണ്ട്, ഞാനെന്ന് പറയുന്ന ഒന്നുമല്ല എന്ന ചിന്ത അപ്പോഴേ ഇത് രാജാവിനാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 55 ജ്ഞാനം, ഭക്തി, കർമ്മം എന്നീ 3ഉം ഉൾക്കൊള്ളുന്ന മത്സ്യപുരാണം എന്ന സംഹിതയിലൂടെ ആത്മതത്വരഹസ്യം മുഴുവൻ ആ ഉപദേശിച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ് മത്സ്യപുരാണം.
ഇപ്പം മത്സ്യപുരാണത്തിൽ ആ സംഹിതയിൽ ആത്മരഹസ്യം മുഴുവൻ വളരെ സ്പഷ്ടമായിട്ട് എന്ത് ചെയ്തു, മത്സ്യമായിട്ട് വന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം, ഉപദേശമെല്ലാം ആ സംഹിതയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്, എല്ലാറ്റിനെ പറ്റിയും. അപ്പം ഈ ആത്മതത്വം ഇവിടെ ഉപദേശിക്കാനൊന്നും തരുന്നില്ല, അവിടെ വെച്ച് പറഞ്ഞു കൊടുത്ത തത്വങ്ങളാണ് മത്സ്യപുരാണം എന്ന രൂപത്തിൽ സംഹിതയായിട്ട് ലോകത്തിൽ ഇന്ന് ഉള്ളത്. അപ്പോൾ ആത്മതത്വം എല്ലാം മനസ്സിലാക്കേണ്ടിക്ക് നിങ്ങൾ അവിടെ പോയി നോക്കിക്കൊള്ളുക, ഇതിൽ മത്സ്യപുരാണത്തിലേക്ക് പോയി നോക്കിക്കൊള്ളുക. ഇനി 56 സപ്തർഷിമാരോടുകൂടി തോണിയിൽ ഇരുന്ന സത്യവ്രതൻ ആ ഉപദേശം കേട്ടു. ആരോടുകൂടി? സപ്തർഷികളോടുകൂടി. സപ്തർഷികളെല്ലാം തികഞ്ഞവരാണ്. ഇത് രാജാവാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ്, അത്ര വലിയ ബുദ്ധിപരമായിട്ടുള്ള ആളല്ല. അങ്ങേർക്കാണ് ഇത് ഉപദേശിച്ചു കൊടുത്തത്. 57 ശ്രീഹരി കഴിഞ്ഞ പ്രളയത്തിൻ്റെ അവസാനമായപ്പോൾ നിദ്രവിട്ട ബ്രഹ്മാവിൽ നിന്നും നിർഗമിച്ച വേദത്തെ അപഹരിച്ച ഹയഗ്രീവനെ വധിച്ചിട്ട് വേദങ്ങളെ വീണ്ടെടുത്തു കൊടുത്തു. അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്തു? ഹയഗ്രീവനെ, അപ്പം ഈ കഥ പറഞ്ഞു തന്നല്ലോ. എന്നിട്ട് ഈ മത്സ്യം എന്ത് ചെയ്തു? ഹയഗ്രീവനെ കൊന്നിട്ട് ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ, ഇപ്പം എല്ലാം ബ്രഹ്മാവ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ഈ വെള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ്, ഉറങ്ങാൻ പോകുമ്പോഴാണ് വായിൽ നിന്ന് വേദമെല്ലാം പോയത്. അപ്പം ശ്രീഹരി പോയിട്ട് ഈ മത്സ്യം അതെല്ലാം അവനെ കൊന്നിട്ട് വേദങ്ങൾ വീണ്ടെടുത്തു. എന്നിട്ട് ആർക്ക് കൊടുത്തു? അടുത്ത സൃഷ്ടി നടത്തേണ്ട സമയത്ത് ആർക്ക് കൊടുത്തു? ബ്രഹ്മദേവന് കൊടുത്തു. ബ്രഹ്മദേവ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടാക്കിയിട്ട് പ്രപഞ്ചം ഉണ്ടാക്കി. കെമിസ്ട്രി എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇനി 58 സത്യവ്രതൻ എന്ന രാജാവ് പരോക്ഷമായും അപരോക്ഷമായും അറിവോടുകൂടി, അതേ രാജാവാണ്. രാജാവിന് സയൻസ് എല്ലാം പഠിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം പരോക്ഷമായും അപരോക്ഷമായും കിട്ടിയ അറിവോട് കൂടിയവരായിട്ട് ആ കൽപ്പത്തിൽ വൈവസ്വത മനുവായിട്ട് ഭവിച്ചു. അങ്ങനെ അദ്ദേഹം എന്തായി? കിട്ടിയ കുറേ ജ്ഞാനമെല്ലാം ഉണ്ട്, കുറേ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്, കുറച്ച് കിട്ടാതെയുണ്ട്. കാരണം രാജാവാകുമ്പോൾ ബ്രാഹ്മണ സ്വഭാവമില്ല, ജ്ഞാനം ബുദ്ധി കുറവാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പം അദ്ദേഹത്തിന് കിട്ടിയ കുറച്ചെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം എന്തായി? വൈവസ്വത മനുവായിട്ട് മാറി. എന്നിട്ട് 58 പറഞ്ഞത്. ഇനി 59 സത്യവ്രതൻ എന്ന രാജർഷിയുടെ യോഗമായാൽ മത്സ്യരൂപം പൂണ്ട സപ്തർഷി എന്ന രാജർഷിയുടെയും യോഗമായാൽ മത്സ്യരൂപം പൂണ്ട ശ്രീഹരി വിഷ്ണുവിൻ്റെയും സംവാദം ശ്രമിച്ചാൽ പാപമോചനം ലഭിക്കും. ഇനി അവസാനം പറയുന്നത് പറഞ്ഞു പോവുകയാണ്. ഈ കഥ നിങ്ങൾ ഈ സംവാദം ശരിക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ പാപമെല്ലാം അകലും. 60 ഈ വിഷ്ണുവിൻ്റെ മത്സ്യാവതാര കഥ ദിവസവും കീർത്തിക്കുന്നവന് മനോവിചാരങ്ങളെല്ലാം നിറവേറ്റും, അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റും. അവന് വലിയ നിലയെ പ്രാപിക്കും, വലിയ നിലയിൽ എത്തിച്ചേരും. വലിയ നിലയെന്ന് പറഞ്ഞാൽ അത്യുന്നത നിലയെ പ്രാപിക്കും. എന്ത്? ദിവസം ഈ കഥ കേട്ടിട്ട് നമ്മൾ കർമ്മം ചെയ്താൽ. ഇനി 61 പ്രളയജലത്തിൽ നിദ്രയിലായ ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നും കവർന്നെടുത്ത വേദത്തെ ഹയഗ്രീവനെ നിഗ്രഹിച്ച് യാതൊരാൾ വീണ്ടെടുത്തുവോ? ആരാണ് വീണ്ടെടുത്തത്? ശ്രീഹരി, അല്ലെങ്കിൽ വിഷ്ണുവായിട്ടും പറയാം. ആ സത്യവ്രതനും സപ്തർഷികൾക്കും ബ്രഹ്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തുവോ, ചൊല്ലിക്കൊടുത്തുവോ? ആരാണ്?
ഉപദേശിച്ചു കൊടുത്ത ആ ശ്രീഹരിയെ തന്നെ. അങ്ങനെയുള്ള സർവത്തിൻ്റെയും കാരണഭൂതനായ കപട മത്സ്യമൂർത്തി എന്ന് പറയുമ്പോൾ ഈ മത്സ്യമൂർത്തി മത്സ്യമായിട്ട് അവതരിച്ചു എന്ന് പറയുന്നതെല്ലാം കപട പ്രസ്താവനയാണ്. അതൊന്നും അതേപോലെയൊന്നും എടുക്കണ്ട. ഈ പ്രപഞ്ചം മുഴുവൻ വളർന്നു കിടക്കുന്ന, ചെറുതിൽ നിന്ന് പ്രപഞ്ചമായി മാറിയിരിക്കുന്ന ആ ഒരു വളർച്ചയെ ഒരു ഒന്നുമില്ലാത്തതിൽ നിന്ന്, സമുദ്രത്തിൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, അതുപോലെയുള്ള സമുദ്രത്തിൽ നിന്ന് ഒരു മത്സ്യരൂപമായിട്ട് വികസിച്ചായിട്ട് കഥയിൽ ചിത്രീകരിച്ചതായിട്ട് കണ്ടാൽ മതി. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ശക്തി വിശേഷം തന്നെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 4 യുഗം കഴിയുമ്പോൾ പ്രളയം നടക്കും, പിന്നെ അതിൻ്റെ നിന്ന് രക്ഷപ്പെടണം, പിന്നെ ആദ്യം ഉണ്ടാണ്, ഇങ്ങനെ മന്വന്തരം ഉണ്ടാണ്, പിന്നെ അവസാനം എല്ലാം പൊളിച്ചു കൂട്ടിയിട്ട് അതിൽ കൊണ്ട് ലയിപ്പിക്കണം. അതുകൊണ്ട് സർവത്തിനും കാരണഭൂതനായ കപട മത്സ്യമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 8ാമത്തെ സ്കന്ധം അവസാനിക്കുകയാണ്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രക്ഷപ്പെട്ട ഋഷികൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളാണ്. അതിലാണ് ഇങ്ങനെ പെട്ടകത്തിൽ അതെല്ലാം കഥയിൽ വരുമ്പോൾ പെട്ടകം എന്നെല്ലാം പറയും, അല്ലെങ്കിൽ തോണി എന്നെല്ലാം പറയും, മത്സ്യം എന്നെല്ലാം പറയും. പക്ഷേ യഥാർത്ഥത്തിൽ പ്രളയം നടക്കുമ്പോൾ അതിൻ്റേതായ വാഹനങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും. എന്നിട്ട് തിരിച്ചു വന്നവർക്ക് പിന്നെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അത് എഴുതി വെക്കാനും പറ്റുള്ളൂ. അങ്ങനെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെല്ലാം തികഞ്ഞ അറിയുന്ന, അപ്പോഴേക്ക് അവർ മെഡിസിൻ്റെ അല്ല എല്ലാ ശാസ്ത്രീയ ആധുനിക മെഡിസിനും എല്ലാം അറിഞ്ഞ വ്യക്തികളാണ് പ്രളയം കഴിഞ്ഞിട്ട് രക്ഷപ്പെടുന്നത്. അവർക്കറിയാത്ത ഒരു കാര്യമില്ല. അവരെഴുതി വെച്ചതാണ് ഇത്. അവരെയാണ് സപ്തർഷികളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായതാണ് വേദങ്ങൾ.